ഹായ് എവരി വൺ, MRHൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിലെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് 1 ബന്ധപ്പെട്ടിട്ടുള്ള 2 മൊഡ്യൂളുകൾ, മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റ് മാരത്തോണാണ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും അതേപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം സമയം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മൊഡ്യൂൾ എന്താണെന്നൊന്ന് പറഞ്ഞു പോയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമുക്കറിയാം, ആദ്യത്തെ മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു ഹൈവേ എഞ്ചിനീയറിംഗ് ആൻഡ് ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്നുള്ള 2 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്ലി ഹൈവേ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, നമ്മൾ സെക്കൻഡ് സെഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ട്രാഫിക് എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് കൂടുതലായിട്ട് ഈ 2 സെഷൻസ് എന്നുള്ള രീതിയിൽ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈക്വൽ വെയിറ്റേജിലാണ് നമ്മളുടെ ഈ 2 ഭാഗത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യത്തെ നമ്മളുടെ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മളുടെ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഔട്ടർ വ്യൂ അല്ലെങ്കിൽ പെരിഫറിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ പറഞ്ഞിട്ടുള്ള റോഡ് അലൈൻമെൻറ്റ് എന്നുള്ള സംഗതി. ഓക്കെ, സോ റോഡ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള സംഗതി നമുക്ക് നോക്കാനുണ്ട്. അതേപോലെ തന്നെ ട്രാഫിക് എഞ്ചിനീയറിംഗിൽ കടക്കുമ്പോൾ അവിടെ കുറേ സ്റ്റഡീസ് പറയുന്നുണ്ട്, അതിനുശേഷം ഇൻ്റർസെക്ഷൻസ് പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻ്റർസെക്ഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ള കുറച്ച് റോഡ് ഇൻ്റർസെക്ഷൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം അതിൽ പറയുന്ന സയൻസ് അല്ലെങ്കിൽ ടൈപ്സ്, ട്രാഫിക് സയൻസിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് വളരെ ഒറ്റ നോട്ടത്തിൽ സിലബസിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന സംഗതികൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ഒരു 7 മാർക്ക് ക്വസ്റ്റ്യനും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അതുപോലെ തന്നെ കഴിഞ്ഞ ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഒന്ന് കണ്ണോടിച്ച് പോകാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് അബൌട്ട് ദി IRC ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അറിയുന്ന IRC ക്ലാസിഫിക്കേഷനാണ് അവർ ചോദിച്ചിട്ടുള്ളത്. 1 നാഷണൽ ഹൈവേ, 2 സ്റ്റേറ്റ് ഹൈവേ, 3 മേജർ ഡിസ്ട്രിക്ട് റോഡ് അല്ലെങ്കിൽ അതർ ഡിസ്ട്രിക്ട് റോഡ്, പിന്നെ വില്ലേജ് റോഡ്സ്. ഇതിന് നമ്മൾ രണ്ടിനും കൂടിയും ഒറ്റ വാക്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഓക്കെ, നമ്മൾ പക്ഷേ എഴുതുമ്പോൾ നമ്മൾ മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് ആൻഡ് അതർ ഡിസ്ട്രിക്ട് റോഡ്സ് തന്നെ നമ്മൾ എഴുതും. ഇനി ഇത് 3 മാർക്സിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഈ ക്ലാസിഫിക്കേഷൻ മാത്രം എഴുതിയാൽ നമുക്ക് ആ 3 മാർക്സ് കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഹൈവേൻ്റെ അണ്ടറിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റുമെങ്കിലും എഴുതിയിട്ടുണ്ടാവണം. എന്നാലാണ് നമുക്ക് ആ 3 മാർക്ക് സെക്യൂർ ആക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റ് നോക്കിയേ, ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് റോഡ്സ് ഓഫ് ദ കൺട്രി. അതുപോലെ തന്നെ ഇത് ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യും, എന്തൊക്കെയാണ് നമ്മൾ നോക്കാനുള്ളത്, ആരൊക്കെ തമ്മിൽ ഇത് കണക്ട് ചെയ്യും ആൻഡ് ഇതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്, ആ കണക്ഷൻ എന്നുള്ള സംഗതി പറയുമ്പോൾ തന്നെ അതിലായി. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഫൈനാൻസ്, ആരാണ് ഇത് ഫൈനാൻസ് ചെയ്യുക. സോ ഓരോ കേസിലും നമ്മൾ NH ആണെങ്കിലും SH ആണെങ്കിലും മേജർ ഡിസ്ട്രിക്ട് റോഡ്, അതർ ഡിസ്ട്രിക്ട് റോഡ്, വില്ലേജ് റോഡ്സ് ഇതൊക്കെ പറയുമ്പോൾ ഇത് ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്യും ആൻഡ് ഇതിൻ്റെ ഫൈനാൻസ് ആരാണ്, ഇതാണ് ആ 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ നാഷണൽ ഹൈവേ നോക്കുമ്പോൾ ദേ കണക്ട്സ് സ്റ്റേറ്റ് ക്യാപിറ്റൽസ്, പോർട്സ് ആൻഡ് ഫോറിൻ ഹൈവേസ് ആൻഡ് ദേ ഓൾസോ ഇൻക്ലൂഡ് മിലിറ്ററി ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളും എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞിട്ട് NHകൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ആൻഡ് ഇതാരാണ് ഫൈനാൻസ് ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റാണ്. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇനി സ്റ്റേറ്റ് ഹൈവേ, ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റേറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ്സാണ്. നമ്മൾ നേരത്തെ നാഷണൽ ഹൈവേ പറഞ്ഞപ്പോൾ ഒരു കൺട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ്സാണ്. ഇനി ഇവന്മാർ ആരൊക്കെ കണക്ട് ചെയ്യും, സ്റ്റേറ്റ് ഹൈവേസ് കണക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് അതേപോലെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെയാണ് കണക്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് നെയ്ബറിംഗ് നാഷണൽ ഹൈവേസിലേക്ക് കണക്ട് ചെയ്യും. എന്തായാലും നിങ്ങൾ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്റ്റേറ്റിലുള്ള ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയേക്കുക. ആൻഡ് ദേ ആർ ഫൈനാൻസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അവർ ഫൈനാൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദീസ് ആർ റോഡ്സ് വിത്തിൻ എ ഡിസ്ട്രിക്ട്. ഒരു ഡിസ്ട്രിക്റ്റിനകത്തുള്ള റോഡ്സിനെയാണ് നമ്മൾ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയാം. ഇതാരാണ് ഫൈനാൻസ് ചെയ്യുന്നത്, ജില്ലാ പണിഷേഴ്സ് എന്നുള്ള ആളുകളാണ് ഇത് ഫൈനാൻസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പഞ്ചായത്ത് നോക്കുന്ന, പഞ്ചായത്ത് കാലങ്ങളിൽ ഫോം ചെയ്യുന്നതിന് മുന്നേ ഈ നാട്ടുകൂട്ടങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ നാട്ടുകൂട്ടങ്ങൾ ഇതേപോലെ ഒരു മെയിനായിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് നമ്മൾ ജില്ലാ പണിഷേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ജില്ലാ പണിഷേഴ്സും ഈ പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ പഞ്ചായത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഹെഡ്സ് എന്ന് പറയുന്ന ആളുകളാണ് ഇവിടെ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻസ് വാങ്ങിയിട്ട് അതിനുള്ള amount
റെഡിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെയും താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ആളാണ് മേജർ ഡിസ്ട്രിക്ട് റോഡ്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡ്സ് ആണ്. ഇനി ഡിസ്ട്രിക്ട് റോഡ്സിൽ തന്നെ ലെസ് ഇമ്പോർട്ടൻസ് ഉള്ള റോഡ്സ് ആണ് എന്ത് അതർ ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്ന റോഡ്സ്. ഓക്കെ, ഇനി അടുത്തത് ദേ കണക്ട് വില്ലേജസ് വിത്ത് ഈച്ച് അതർ. ഇനി വില്ലേജുകൾ കണക്ട് ചെയ്യുന്നത് ആരാണ്? വില്ലേജ് റോഡ്സ് ആണ്. ഓക്കെ, വില്ലേജ് റോഡ്സ് ആണ് വില്ലേജുകളെ കണക്ട് ചെയ്യുക. അതിനെ എന്തൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുക? വില്ലേജ് റോഡ്സിനെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് റോഡ്സ് അല്ലെങ്കിൽ ഹൈവേ, റെയിൽവേ ഇതിലേക്കൊക്കെ കണക്ട് ചെയ്യും. ആൻഡ് ഇതാരാണ് ഫൈനാൻസ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത്സ് ആണ് എന്ത് ചെയ്യണത്? വില്ലേജസിലുള്ള റോഡ്സുകൾ പിന്നെ ഫൈനാൻസ് ചെയ്യുന്നത്. അതിന് ആരുടെ ഹെൽപ്പ് ഉണ്ടാവും? ജില്ലാ പണിഷേഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെൻറ് ഹെൽപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ റൈറ്റ് അബൌട്ട് ദി IRC ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ. ഇതേ ചോദ്യം അവർ 7 മാർക്സിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം IRC ക്ലാസിഫിക്കേഷനെ കുറിച്ച് എഴുതാൻ പറയുമ്പം അവർ 7 മാർക്സിനും ഈ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിങ്ങൾ കണക്ഷൻ മാത്രം എഴുതിയാൽ പോരാ, ഫൈനാൻസ് മാത്രം എഴുതിയാൽ പോരാ. ഇതേപോലെ കൺട്രിയിലെ ഇമ്പോർട്ടൻറ്റ് റോഡ്സാണ് നാഷണൽ ഹൈവേ, അതേപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സുകളും അല്ലെങ്കിൽ സെൻറ്റൻസുകളും കൂടി ആഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്? നമ്മൾ പറഞ്ഞിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ SA1 ഫോക്കസ് ചെയ്യുമ്പോൾ മൊഡ്യൂൾ 1നെ ഫോക്കസ് ചെയ്യും, പിന്നെ നമ്മൾ മൊഡ്യൂൾ 2ലേക്കാണ് കിടക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഈ സെഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുക, പിന്നെ നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് കടക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഗ്രേഡ് സെപ്പറേറ്റേഴ്സ്, സ്കെച്ച് ട്രംപറ്റ് ടൈപ്പ് ഗ്രേഡ് സെപ്പറേറ്റർ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഗ്രേഡ് സെപ്പറേറ്റേഴ്സ് എന്ന് ആദ്യം അറിഞ്ഞാലേ നമുക്ക് എന്തിനെ കുറിച്ച് എഴുതാൻ പറ്റുള്ളൂ, ഗ്രേഡ് സെപ്പറേറ്റേഴ്സിനെ കുറിച്ച് എഴുതാൻ പറ്റുള്ളൂ. നമുക്കറിയാം സെയിം ലെവലാണെങ്കിൽ റോഡ്സ് സെയിം ലെവലാണ് റോഡ്സ് എങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ വിളിക്കുന്നത് അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷൻ. ഇനി ഈ പറഞ്ഞിട്ടുള്ള റോഡ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെവലിലാണെങ്കിൽ ദേ ആർ ഡിഫറെൻറ്റ് ലെവൽ, അതായത് 2 ഹൈറ്റിലാണ് നമ്മൾ ഇവരെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്, ഈ റോഡ് തന്നെ വേറൊരു റോഡിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരേ ലെവലാണ്, സെയിം ലെവലാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? അറ്റ് ഗ്രേഡ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞൊരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്, ഈ റോഡിൻ്റെ മുകളിലൂടെ ആരാ പോകുന്ന? ഒരു പാലം വേറെ പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്താണ് അതിന് വിളിക്കുക? നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? അറ്റ് ഗ്രേഡിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്, ഗ്രേഡ് സെപ്പറേറ്ററിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഗ്രേഡ് സെപ്പറേറ്ററിനെ കുറിച്ചാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രേഡ് സെപ്പറേറ്ററിനെ കുറിച്ചാണ് നമ്മൾ ആൻസറിൽ നമ്മൾ എഴുതേണ്ടത്. ഇനി ഇതേ സാധനം അറ്റ് ഗ്രേഡ് ചോദിക്കുകയാണെങ്കിലോ ഒരേ റോഡ് ലെവലിലുള്ള ആളുകളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു പോണ കേസിൽ ജസ്റ്റ് പറഞ്ഞു പോവാണ്. അറ്റ് ഗ്രേഡിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ, അതേപോലെ തന്നെ അൺചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ, പിന്നെ അതേപോലെ റോട്ടറി ഇൻ്റർസെക്ഷൻ. ഇത് എവിടെ വരുന്നതാ? നമ്മൾ പറയുന്ന അറ്റ് ഗ്രേഡിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ഈ തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളോട് ചോദിക്കാം അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷനെ കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങളോട് റോട്ടറി ഇൻ്റർസെക്ഷൻ സ്കെച്ച് ചെയ്യാൻ ചിലപ്പം ചോദിക്കാം. ഓക്കെ, ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്. ഇതിൻ്റെ നേരെ ഡിസ്റ്റിങ്ഷൻ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഗ്രേഡ് സെപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷനെ കുറിച്ചാണ്. ഓക്കെ, ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഫറെൻറ്റ് ലെവലിലുള്ള റോഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രേഡ് സെപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രേഡ് സെപ്പറേറ്റർ ഇൻ്റർസെക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ അതിലത്തെ പോയിൻറ്റ്സുകൾ നോക്കാം. നമ്മൾ ആദ്യം തന്നെ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് എഴുതാം. ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യം അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം. എന്താ പറഞ്ഞത്? ഗ്രേഡ് സെപ്പറേഷൻ എന്താണ്? ഇതൊരു മെത്തേഡാണ് ഓഫ് അലൈനിങ് എ ജംഗ്ഷൻ ഓഫ് 2 or more സർഫേസ് ട്രാൻസ്പോർട്ട് ആക്സസ്. അങ്ങനെ പറയുമ്പോൾ കുടുങ്ങിയില്ലേ? എന്താണ് സർഫേസ് ട്രാൻസ്പോർട്ട് ആക്സസ്? നമുക്കറിയാം റോഡിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈവേയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഡ് വരാം, പിന്നെ ആര് വരാം? റെയിൽ വരാം, പിന്നെ ആര് വരാം? ബ്രിഡ്ജസ് വരാം, അങ്ങനെ പല ആളുകൾ വരാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റോഡിന് നമ്മളൊരു ടൈപ്പ് ആക്സസ് ആണ്. നമുക്കറിയാം എർത്തിനൊരു ആക്സസ് ഉണ്ട് സെൻറ്ററിലൂടെ അല്ലേ. നമ്മളൊരു മനുഷ്യരാണെങ്കിലോ
നമ്മളൊരു മനുഷ്യനാണെങ്കിൽ നമ്മളുടെ നടുവിലൊരു ആക്സിസ് ഉണ്ട്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലോ ഈ ആക്സിസിന് ചുറ്റുമാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള റോഡിന് എന്തുണ്ട്, ഒരു ആക്സിസ് ഉണ്ട്. സോ ഇതാണ് ഒരു ക്രോസ് ആയിട്ടുള്ള റോഡ് ജംഗ്ഷൻ എന്ന് വിചാരിക്കുക. സോ ഇതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ വെള്ള ലൈന് മാർക്ക് വരച്ചു എന്ന് വിചാരിച്ചു. നമ്മൾ റോഡിൽ കാണുന്ന സമയത്ത് മാർക്ക് വരച്ചു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ റോഡിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത്? ഇതാണ് ആക്സിസ്. ഈ റോഡിൻ്റെ ആക്സിസോ ഇതാണ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആക്സിസുകൾ അതാണ് ഈ ട്രാൻസ്പോർട്ട് ആക്സിസുകൾ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെന്തുകൊണ്ട് റോഡ് എന്ന് പറഞ്ഞില്ല? കാരണം നമ്മൾ പറഞ്ഞു ഹൈവേ എഞ്ചിനീയറിംഗിൽ ആരൊക്കെ വരുന്നുണ്ട്? റോഡാകാം, റെയിലാകാം, ബ്രിഡ്ജാകാം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആകാം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ ആ ഡെഫിനേഷനിലെ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തു നോക്കിപ്പോയി. ഇനി നമ്മൾ അടുത്തൊരു കാര്യം, ഇറ്റ് ഈസ് അലൈനിങ് എ ജംഗ്ഷൻ ഓഫ് 2 or more സർഫേസ് ട്രാൻസ്പോർട്ട് ആക്സസ്. അതുവരെ മനസ്സിലായി. ഇനി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആക്സസ് ഏത് ലെവലിലാണ്? നമ്മൾ പറഞ്ഞു ഗ്രേഡ് സെപ്പറേറ്റേഴ്സ് ആണെങ്കിൽ അത് ഡിഫറെൻറ്റ് ലെവലിലായിരിക്കും ഉണ്ടാവുക, ഒരേ ലെവലല്ല. സോ അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് ദേ വിൽ നോട്ട് ഡിസ്റപ്റ്റ് ദ ട്രാഫിക് ഫ്ലോ. ഓക്കെ, ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇത് വേണമെന്ന് തന്നെയല്ല. ഓൺ അതർ ട്രാൻസ്പോർട്ട് റൂട്ട്സ് വെൻ ദേ ക്രോസ് ഈച്ച് അതർ. ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുള്ള റോഡ് ഇൻ്റർസെക്ഷൻ നമ്മൾ രണ്ട് ലെവലിൽ അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് ഹൈറ്റ്സിൽ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡസ് നോട്ട് ഡിസ്റപ്റ്റ് എന്നുള്ളതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താം, ഡിസ്റ്റേബ് എന്ന് എഴുതാം, അല്ലെ? ഡിസ്റ്റേബ് ദി ട്രാഫിക് ഫ്ലോ. നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാഷ്മാർ പറയും പ്ലീസ് ഡോണ്ട് ഡിസ്റ്റേബ് എന്ന് പറയില്ലേ? അത്രേ ഉള്ളൂ. അതായത് ഡിസ്റ്റേബ് ചെയ്യരുത് ട്രാഫിക് ഫ്ലോനെ. അങ്ങനെ ഡിസ്റ്റേബ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിഫറെൻറ്റ് ഹൈറ്റ്സിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ജംഗ്ഷനെ എന്ത് ചെയ്തു? അലൈൻ ചെയ്തു. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഗ്രേഡ് സെപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതേണ്ട ഇത്ര കാര്യമുള്ളൂ. എന്താണ് ഗ്രേഡ് സെപ്പറേഷൻ? അതൊരു മെത്തേഡാണ്. ആ മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് അലൈൻ ചെയ്യാണ് 2 ജംഗ്ഷൻ അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ അധികമോ ഉള്ള ട്രാൻസ്പോർട്ട് ആക്സസുകളെ അലൈൻ ചെയ്യുക. എന്തുകൊണ്ടാണ് ട്രാൻസ്പോർട്ട് ആക്സസ് എന്ന് പറയാൻ കാരണം ഹൈവേ എഞ്ചിനീയറിംഗിൽ റെയിൽ വരാം, റോഡ് വരാം, അല്ലേ? പല കാര്യങ്ങൾ വരാം. അറ്റ് ഡിഫറെൻറ്റ് ഹൈറ്റ്സിലാണ് നമ്മൾ അലൈൻ ചെയ്യുന്നത്. സോ ദാറ്റ് എന്താണ് നമുക്കത് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് ഡിസ്റ്റർബ് ദി ട്രാഫിക് ഫ്ലോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആയി. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റ് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് 7 മാർക്കിൻ്റെ ചോദ്യമാണ്. നമ്മളോട് സ്കെച്ച് ചെയ്യാൻ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും ഇതിന് 2 മാർക്കെങ്കിലും നിങ്ങൾക്ക് ആൻസർ കീയിൽ അവർ കൊടുത്തിട്ടുണ്ടാകും ആ സ്കെച്ച് ചെയ്യാനുള്ള ഫിഗറിന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മാർക്കിനായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ എഴുതേണ്ടി. സോ 5 മാർക്കിന് മിനിമം 5 പോയിന്റ് ഉണ്ടായിരിക്കണം. ഇനി കൂടിയാലും കുഴപ്പമില്ല. നിങ്ങൾ മാക്സിമം എഴുതാൻ നോക്കുക. 5 പോയിന്റ് മിനിമം ഉണ്ടായിരിക്കണം. സോ 5 പോയിന്റാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇവിടെ പറഞ്ഞ നമ്മളെ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് തന്നെയുള്ള ഈ ട്രാൻസ്പോർട്ട് ആക്സസ് ഞാൻ കടമെടുക്കുകയാണ്. ഈ ട്രാൻസ്പോർട്ട് ആക്സസ് എന്താണെന്ന് ഞാൻ പറഞ്ഞ നേരത്തെ, അത് റോഡാകാം, ഫുട്പാത്ത് ആവാം, അല്ലെങ്കിൽ റെയിൽവേ ആകാം, അല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ റൺവേ ആവാം. ഇതെല്ലാം എന്താ ഹൈവേ എഞ്ചിനീയറിംഗിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവന്മാർ യൂണിഫോം ആവണമെന്നില്ല. അതായത് റോഡ് തന്നെ പറ്റുള്ളൂ, അല്ലെങ്കിൽ റെയിൽ തന്നെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബ്രിഡ്ജ് തന്നെ പറ്റുള്ളൂ, അല്ലെങ്കിൽ റൺവേ തന്നെ പറ്റുള്ളൂ എന്നുള്ള കണക്കില്ല. നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സച്ച് ട്രാൻസ്പോർട്ട് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി യൂണിഫോം. അത് യൂണിഫോം ആവണമെന്നില്ല. അതിൽ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യാം? ഇറ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് എ മിക്സ്ചർ ഓഫ് റോഡ്സ് ആവാം, ഫുട്പാത്ത്സ് ആവാം, റെയിൽവേസ് ആവാം, ഇങ്ങനെയൊക്കെ ആകാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ വരിയിൽ നിന്നുള്ള ട്രാൻസ്പോർട്ട് ആക്സസ് കടമെടുത്തു. ഈ ട്രാൻസ്പോർട്ട് ആക്സസ് എന്തെല്ലാം നമ്മൾ പറയുന്നു? ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി യൂണിഫോം. യൂണിഫോം ആവണമെന്നില്ല. ഇനി യൂണിഫോം ആയാലും കുഴപ്പമില്ല. അതാണ് ആ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കിയേ. ബ്രിഡ്ജസിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രിഡ്ജസ് അല്ലെങ്കിൽ ടണൽസ്. നമ്മൾ സാധാരണ ഇതിൽ എങ്ങനെയാണ് ഈ ഹൈറ്റ് അച്ചീവ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കുക? നമ്മൾ സാധാരണ ബ്രിഡ്ജോ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ടണൽസ് കൊടുക്കും, അല്ലേ? ആ ടണൽസ് പറഞ്ഞാൽ കൂടുതലും അണ്ടർപാസുകൾ, ഫ്ലൈ ഓവേഴ്സ് അല്ലെങ്കിൽ ഓവർപാസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പറയാം. അപ്പോൾ ബ്രിഡ്ജും ടണലും ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിനും കൂടി കോമ്പിനേഷനാണ് ഇത്തരത്തിലുള്ളൊരു ജംഗ്ഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ, നമുക്ക് ഗ്രേഡഡ് സെപ്പറേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബ്രിഡ്ജോ ടണലോ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കിയേ. അടുത്തത് എന്താ പറയുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് സേഫ്റ്റി ആൻഡ് റെഡ്യൂസ് എന്താണ്? റിസ്ക് ഓഫ് ആക്സിഡൻറ്റ്സ്, അല്ലേ? നമ്മൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആക്സിഡൻസിന് റിസ്ക് കുറയും, അതേപോലെ തന്നെ കൂടുതൽ സേഫറുമാണ്. അത്രേ ഉള്ളൂ, സിമ്പിൾ പോയിന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത കേസ് സ്പീഡ് ലിമിറ്റ്സ് എപ്പോഴും ഗ്രേഡ് സെപ്പറേറ്റഡ് റോഡ്സിന് നമ്മൾ ഹയർ ആണ് കീപ്പ് ചെയ്യുക. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരിക്കലും ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടെ പതുക്കെ പോകില്ല, അല്ലേ? കാരണം എന്താണ്? അവിടെ സ്പീഡ് അച്ചീവ് ചെയ്യണം. അതിൻ്റെ മുകളിൽ പതുക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഇൻ്റർസെക്ഷൻ കൊടുത്തതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്? ട്രാവൽ ടൈം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത് ചെയ്യണത്? ഈ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. സ്പീഡ് ലിമിറ്റ്സ് ഫോർ ഗ്രേഡ് സെപ്പറേറ്റഡ് റോഡ്സ് ആർ ജനറലി ഹയർ.
ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ എഴുതിയോടുകൂടി നമുക്ക് എന്ത് കിട്ടുകയാണ്? നിയർ ടു 5 മാർക്സ് കിട്ടുകയാണ്. ഞാൻ ഒരിക്കലും 5 മാർക്ക് തന്നെ കിട്ടുമെന്ന് പറയുന്നില്ല, കാരണം ഇത് 5 പോയിൻ്റാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, 5 മാർക്കിന് ചോദിച്ചാൽ എപ്പോഴും ഒരു പോയിൻ്റ് അഡീഷണൽ ചെയ്താൽ. ഇപ്പോൾ 3 മാർക്സിന് ചോദിച്ചാൽ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു 4 പോയിൻറ്റ്സോ അല്ലെങ്കിൽ 5 പോയിൻറ്റ്സോ അല്ലെങ്കിൽ 5 പോയിൻറ്റ്സോ ചെയ്താൽ അത് നിങ്ങളുടെ ആ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സംഗതിയാണ്. സോ നമ്മളിവിടെ 5 പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ഈ 5 പോയിൻറ്റ്സ് കൃത്യമായിട്ട് തന്നെ എഴുതി വെക്കുക. ഇനി അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്കെച്ച് ദ ട്രംപറ്റ് ടൈപ്പ് ഗ്രേഡ് സെപ്പറേറ്റർ എന്നുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ഇൻ്റർസെക്ഷൻ നമ്മൾ സ്കെച്ച് ചെയ്യാൻ പോവാണ്. ഇനി ഇത് സ്കെച്ച് ചെയ്യുന്ന സമയത്ത് പല ആളുകളും ഇതെന്താണ് എങ്ങനെയാണെന്ന് മനസ്സിലാവാതെയാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഞാനിതെങ്ങനെ വരയ്ക്കാം, വളരെ പെട്ടെന്ന് വരയ്ക്കാം എന്നുള്ള സംഗതിയാണ്, തെറ്റാതെ വരയ്ക്കാം എന്നുള്ള സംഗതിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരു ആക്സിസ് നമ്മൾ വരയ്ക്കുക. നമുക്കറിയാം എക്സ് ആക്സിസ്, വൈ ആക്സിസ് അല്ലേ, കോർഡിനേറ്റ്സ്. നമ്മൾ കോർഡിനേറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇങ്ങനെ കോർഡിനേറ്റ്സ്, ഇത് എക്സ് ആകാം, ഇത് വൈ ആകാം. സോ നമ്മൾ ഇതിനെന്ത് ചെയ്യാണ്, ഒരു കോർഡിനേറ്റ് പോലെ, ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു കോർഡിനേറ്റ് പോലെ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു കോർഡിനേറ്റ് വരച്ചു. ഇനി നമുക്കറിയാം ഈ രണ്ട് സ്ഥലത്തും എന്തുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലേക്കും ക്രോസ് ആയിട്ട് റോഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ റോഡാണ് ഞാൻ പിന്നെ വരയ്ക്കുന്നത്. അപ്പോൾ ആ റോഡ് ഞാനിത് ഇങ്ങനെ വരയ്ക്കാൻ കേട്ടോ, റോഡ് ഞാനിങ്ങനെ ഡോട്ടഡായിട്ട് വരയ്ക്കാം. ഇത് ഒരു റോഡ് ആൻഡ് ഇത് ഒരു റോഡ്, ഇങ്ങനെ ഞാൻ ഡോട്ടഡായിട്ട് വരച്ചു. ഓക്കെ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹൈവേ ഉണ്ട്, റോഡുണ്ട്, ഓക്കെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ട്രംപറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ലേ. ട്രംപറ്റാണ് നമ്മൾ മനസ്സിലാക്കി. ഈ ട്രംപറ്റിനെ നമ്മൾ എങ്ങനെ വരയ്ക്കും? ട്രംപറ്റിൽ എപ്പോഴും 2 ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ആണുള്ളത്. സോ 2 ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യുക? നമുക്കറിയാം ഇതാണ് ആക്ച്വൽ റോഡ് എന്നുള്ളത്. ആ റോഡ് ഞാനിങ്ങനെ ഹാർഡൻ ചെയ്ത് വരച്ചു. ഓക്കെ, നിങ്ങൾ ആദ്യം ഡോട്ടഡ് വരയ്ക്കുക, പിന്നെ ഹാർഡൻ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിനും നിങ്ങൾ പെൻസിലേറ്റാണ് വരയ്ക്കേണ്ടത്, കാരണം നമുക്ക് മായ്ക്കാനുണ്ട്. മായ്ച്ചില്ലെങ്കിൽ നമുക്കത് കറക്റ്റ് കിട്ടില്ല. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഇൻ്റർചേഞ്ച്, 2 ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ 2 ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ഞാൻ എന്ത് ചെയ്യുക, ഇവിടേക്ക് ക്രോസ് ചെയ്യാണ്. അത് കുറച്ചൊന്ന് ചിരിച്ചുകാണ്ട് ഞാൻ വരയ്ക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, ഇതേപോലെ തന്നെ ഇവിടെയും ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വരയ്ക്കുകയാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്തത് ഇവിടെ വരുന്നത് എന്താ, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർചേഞ്ചാണ്. സോ ഇത് എവിടെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾ സ്കെയിലിൽ അളക്കുക. എന്നിട്ട് അതേ ഡിസ്റ്റൻസ് നിങ്ങൾ ഇവിടെയും സ്കെയിലിൽ അളക്കുക. ആ ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡിസ്റ്റൻസില്ലേ, ഈ ഡിസ്റ്റൻസിൻ്റെ പകുതി എന്ത് ചെയ്യുക, ഇതിന് കീപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അതേപോലെ തന്നെ പകുതി കൊടുക്കുക. ഇനി എന്താണ് നമ്മളിവിടെ പറഞ്ഞത്, ഒരു ഇൻഡയറക്റ്റ് ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഓക്കെ, ഇവിടുന്ന് ഇതാ വീണ്ടും ഇതേപോലെ തന്നെ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ കേവ് വരയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ കറക്റ്റ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസ്റ്റൻസ് നിങ്ങൾ കൃത്യമായിട്ട് സ്കെയിലിൽ മാർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഇവിടെ നിങ്ങൾ അതേ ഡിസ്റ്റൻസ് തന്നെ കൊടുക്കുക. അടുത്തത് വീണ്ടും ഒരു പോയിൻ്റ് എടുക്കുക, ഇതേ ഡിസ്റ്റൻസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡിസ്റ്റൻസ് സ്കെയിൽ വെച്ച് നോക്കുക. അങ്ങനെ ഈ ഡിസ്റ്റൻസ് സ്കെയിൽ വെച്ച് നോക്കുക. അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസുകൾ നിങ്ങൾ സ്കെയിൽ വെച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് ഒരു റൗണ്ട് നിങ്ങൾക്ക് ഫോം ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ വരയ്ക്കാൻ. അല്ലാതെ വെറുതെ എന്ത് ചെയ്യരുത്, കൈകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ വരയ്ക്കരുത്. എപ്പോഴും ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്, ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോർഡിനേറ്റ്സ് വരയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോർഡിനേറ്റ്സ് വരയ്ക്കുക. ആ കോർഡിനേറ്റ്സ് കൃത്യമായിട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിട്ടുള്ള ഫിഗർ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വരയ്ക്കേണ്ട ഒരു രീതി. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. ഇനി ഞാൻ ഈ ഒരു ചോദ്യത്തോട് ചേർന്നിട്ട് തന്നെ വേറൊരു ടൈപ്പ് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ഇൻ്റർചേഞ്ചുകളുണ്ട്. ഗ്രേഡ് സെപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് അറ്റ് ഗ്രേഡിൻ്റെ കാര്യം പറഞ്ഞു. ഒന്നെന്താണ്, ഡയമണ്ടാണ്. സോ ഡയമണ്ടിൻ്റെ സ്കെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ട്രംപറ്റാണ്. ട്രംപറ്റിൻ്റെ സ്കെച്ച് ഇപ്പോൾ നിങ്ങൾ കണ്ടു. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലവർ ലീഫാണ്. ഓക്കെ, ക്ലവർ ലീഫ് നിങ്ങൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അങ്ങനൊരു ഇൻ്റർസെക്ഷൻ. പിന്നെ 4th വൺ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ക്ലവർ ലീഫാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ 5th വൺ എന്ന് പറഞ്ഞാൽ റോട്ടറി ആണ്.
അതായത് ഡിഫറെൻറ്റ് ഹൈറ്റിൽ വരുന്ന റോട്ടറി ടൈപ്പാണ്. അപ്പോൾ ഇത് 5ഉമാണ് ഗ്രേഡ് സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം. ദ ടൈപ്പ് ഓഫ് ഗ്രേഡ് സെപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6ാമത്തെ പോയിൻ്റായിട്ട് ഇതൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഷോർട്ട് നോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ എന്ത് കണ്ടു, ട്രംപറ്റിനെ കണ്ടു. ഇനി ഇതേപോലെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരാളാണ് ആര്, ക്ലവർ ലീഫ് ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടല്ലോ, ഇതെന്താ സംഗതി, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഡയറക്റ്റ് ഇൻ്റർചേഞ്ച്, പിന്നെ അതേപോലെ തന്നെ ഇത് സെമി ഡയറക്റ്റ് ഇൻ്റർചേഞ്ച്, ഇതെന്താണ്, ഇത് ഇൻഡയറക്റ്റ് ഇൻ്റർചേഞ്ച്. അപ്പോൾ ഈ ഇൻ്റർചേഞ്ചുകൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ CBR ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. നമ്മൾ ഈ ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഇതാണ് ഒരു റോഡ് എന്ന് വിചാരിക്കുക, ഇതൊരു ജംഗ്ഷൻ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ക്രോസ് ആണ്, ക്രോസ് ജംഗ്ഷൻ ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ആക്സിസ് ഈ സൈഡിലേക്കാണെങ്കിൽ നമുക്കറിയാം ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ്, ഇതാണ് ഇതിൻ്റെ റൈറ്റ് എന്നറിയാം. ഇനി ഇതാണ് ഇതിൻ്റെ ആക്സിസ് ആണെങ്കിൽ നമുക്ക് എന്തറിയാം, ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ്, ഇതാണ് ഇതിൻ്റെ റൈറ്റ് എന്ന് നമുക്കറിയാം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റൈറ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഈ റൈറ്റിൽ നിന്ന് ഈ റൈറ്റിലേക്ക്, ഇതാണ് എന്ത്, ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഇനി സെമി ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് എങ്ങോട്ട് ചാടുകയാണ്, റൈറ്റിലേക്ക് ചാടുകയാണ്. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻ്റർചേഞ്ച് കൊടുക്കണം. അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു റോഡ് കൊടുക്കണേനാണ് നമ്മളത് പറയുന്നത്. ഓക്കെ, റോഡ് കൊടുക്കണേനാണ് നമ്മളത് പറയുന്നത്. റൈറ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന റോഡിനാണ് നമ്മൾ എന്ത് പറയുക, ഈ പറയുന്ന സെമി ഡയറക്റ്റ് എന്ന് പറയാം. ഇനി ഇൻഡയറക്റ്റ് എന്താ നോക്കിയേ, ഇവിടെ നമ്മൾ കണ്ട ലെഫ്റ്റ്, നമ്മൾ പറഞ്ഞു ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ എവിടേക്കാണ് ജോയിൻ ചെയ്യുന്നത് നോക്കിയേ, ലെഫ്റ്റിലേക്ക്. ഓക്കെ, ഇതാണ് ലെഫ്റ്റാണ്. സോ ഇതാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നമുക്ക് ട്രംപറ്റിലേക്ക് പോയാലോ. നമ്മൾക്കിനി ട്രംപറ്റിനെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, ഇത് എന്താണ്, ഒരു 3 ലൂപ്പാണെന്ന് എഴുതാം. ഓക്കെ, 3 ലൂപ്പാണെന്ന് എഴുതാം. ഇതെന്താണ്, 3 ലൂപ്പാണ് എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ ഇനി വേറെ എന്ത് പോയിൻ്റാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക, ഇതിൽ 2 ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ഉണ്ട് അല്ലേ, 2 ഡയറക്റ്റ്, ഒന്നിങ്ങനെയും പിന്നെ ഒന്നിങ്ങനെയും, ഇത് രണ്ടും ഡയറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഡയറക്റ്റാണെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇവിടുന്ന് പോയിട്ട് ഇത് ഇവിടേക്കാണ് ജോയിൻ ചെയ്യുന്നത് ആണല്ലോ, ഇത് രണ്ടും ഒരേ ഡയറക്ഷനാണ്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ സെമി ഡയറക്റ്റ് വരുള്ളൂ. ഇത് രണ്ടും ഒരേ ഡയറക്ഷനാണ്. ഇവിടെ വന്നിട്ട് ഇത് ചെന്ന് ജോയിൻ ചെയ്യുന്നതും സെയിം ഡയറക്ഷനിലേക്കാണ്. സോ അതുകൊണ്ടാണ് ഇത് 2 ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ആണെന്ന് പറയുന്നത്. ഇനി ഇവനാരാ, ഈ തിരിഞ്ഞു വരുന്ന ആൾ, ഇവനാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻഡയറക്റ്റ് ഇൻ്റർചേഞ്ച്. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ഇൻ്റർചേഞ്ചും ആണ് എവിടെയുള്ളത്, നമ്മളെ ട്രംപറ്റിൻ്റെ കേസിലുള്ളത്. അപ്പോൾ ട്രംപറ്റിനെ കുറിച്ച് നിങ്ങളോട് എഴുതാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്താൻ പറ്റും, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സ്കെച്ച് ദ ട്രംപറ്റ് ടൈപ്പ് ഗ്രേഡ് സെപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ട്രംപറ്റ് ടൈപ്പ് ഗ്രേഡ് പിന്നെ സെപ്പറേറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ അതല്ല, നമ്മൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, അത് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ള ക്ലവർ ലീഫ് എന്ന് പറഞ്ഞുള്ള സാധനം. ഇവിടെ ഒന്ന് നോക്കിയേ, ഇവിടെ ആക്ച്വലി എത്ര ലൂപ്പുണ്ട്, ഏകദേശം 8 റാമ്പിൻ്റെ അടുത്തുണ്ട്. 1 2 3 4 5 6 7 8, മൊത്തത്തിൽ 8 റാമ്പുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് നോക്കിയേ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താ, ഇത് ആക്ച്വലി എന്താണ്, ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ക്വാഡ്രൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു ക്വാഡ്രൻറ്റ്, ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് എടുത്ത് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ എത്ര ഡയറക്റ്റ് ഇൻ്റർചേഞ്ചും ഇൻഡയറക്റ്റ് ഇൻ്റർചേഞ്ചും ഉണ്ട് നമുക്കറിയാം. ഇവിടെ ഒരു ഡയറക്റ്റ് ഇൻ്റർചേഞ്ച് ഉണ്ട് അല്ലേ, ഇതാണ് ഡയറക്റ്റ് ഇൻ്റർചേഞ്ച്. അതിൻ്റെ ഇതെന്താ, ഇതാണ് ഇൻഡയറക്റ്റ് ഇൻ്റർചേഞ്ച്. അപ്പോൾ ഒരു ക്വാഡ്രൻറ്റ് എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഡയറക്റ്റ് ഇൻ്റർചേഞ്ചും ഒരു ഇൻഡയറക്റ്റ് ഇൻ്റർചേഞ്ചും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ സാധനം ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. അല്ല, ഇത് നമ്മളോട് എന്ത് ചെയ്യില്ല, എക്സാമിന് ചോദിക്കില്ല. പക്ഷേ ഇതിൻ്റെ പോയിൻറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ CBR സെഷനിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ യൂട്യൂബിലുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ലിങ്കും കൂടി ഇടാം. നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് പോവുക. അപ്പോൾ ക്ലവർ ലീഫിലുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മളെന്തായാലും നമുക്ക് അടുത്ത നമ്മളുടെ സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 മാർക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇതിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള നമ്മളുടെ കഴിഞ്ഞ ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. നമുക്കറിയാം 2021 റിവിഷനിൽ 23 നവംബറിൽ എക്സാം നടന്നിട്ടുണ്ട്, 24 എക്സാം നടന്നിട്ടുണ്ട്, ആൻഡ് 20 നവംബർ 2024 എക്സാം
നടന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2024 നടന്ന ഏപ്രിലിൽ നടന്ന എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സപ്ലിമെൻ്ററി എക്സാംസ് ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് ചാൻസുകാർക്ക്, അതായത് 2021 റിവിഷനിലെ ഫസ്റ്റ് ബാച്ചിന് ഉണ്ടായിരുന്ന ഒരു ചാൻസ് ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ള സപ്ലിമെൻ്ററി. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 2 ക്വസ്റ്റ്യനും കൂടി നമ്മൾ എന്ത് ചെയ്യും, പറയും. ഇത് മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ്. നമ്മുടെ ട്രാഫിക് വോളിയം സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ്. ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു സ്ഥലത്തേക്ക് നമ്മൾ കയറുന്നു. ഓക്കെ, ആ കയറി നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തുന്നു. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന അത്രയും ദൂരം നടക്കുന്ന ഒരു സ്റ്റഡിക്കാണ് നമ്മൾ എന്ത് പറയുക, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ് എന്ന് പറയാം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഞാൻ പറയാം. ഒരു ഡിസ്ട്രിക്റ്റ്, ഒരു ടൗൺ ഉണ്ട്. ഈ ടൗണിലേക്ക് നമ്മളൊരു കാറ് വെച്ച് നമ്മൾ എൻ്റർ ചെയ്യണം. ഈ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളുടെ വണ്ടിൻ്റെ അതിമേലൊരു പഞ്ചിങ് കാർഡ് ഉണ്ടാവും. ഈ പഞ്ചിങ് കാർഡ് റീഡ് ചെയ്യും. എന്നിട്ട് നമ്മളിത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി തന്നെ പുറത്തേക്ക് ചാടും. ഇതാണ് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത്, ഇതാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷനിലൂടെ നമുക്ക് എന്ത് കിട്ടും, ഒരു ടൗണിലേക്ക് കടക്കുന്ന വണ്ടികളുടെ എണ്ണം കിട്ടും. അതുപോലെ തന്നെ അത് ഏതൊക്കെ തരത്തിലുള്ള ട്രാഫിക്കിലൂടെ കടന്നു പോകണം നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ സ്റ്റഡി ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പുറമേ കൂടെ അല്ലെങ്കിൽ സൈഡിലൂടെ നമുക്കൊരു ബൈപ്പാസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി. ഓക്കെ, ഇനി പാർട്ട് എയിലെ അടുത്ത ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, എ ട്രാഫിക് ഐലൻഡ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ആൻ ഇൻ്റർസെക്ഷൻ ടു കമ്പൽ മൂവ്മെൻറ്റ് ഓഫ് ട്രാഫിക് ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടു റെഡ്യൂസ് പോയിൻറ്റ്സ് ഓഫ് ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ്. ഇത് നമ്മളുടെ ഗ്രേഡ് സെപ്പറേറ്റഡ് അല്ല, അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷനിൽ നമ്മൾ പറയുന്ന ഒരു സാധനം. ഞാൻ നേരത്തെ പറഞ്ഞു പോയി, എന്തായിരുന്നു അത്, റോട്ടറിയാണ്. നമ്മൾ നിർബന്ധപൂർവ്വം ഒരു റൗണ്ട് അബൌട്ടിൽ തിരിയാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണിത്, റോട്ടറി ഇൻ്റർസെക്ഷൻ. അടുത്തത് 1 മാർക്കിന് ഡിസ്ക്രൈബ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 7 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പോയിന്റില്ലേ, അതായത് 2 ഡിഫറെൻറ്റ് ഹൈറ്റ്സിലാണ് നമ്മൾ പോകുന്നുള്ള കാര്യം പറയുന്ന, അതാണ് എന്ത്, ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ. അടുത്ത ചോദ്യം, ലിസ്റ്റ് എനി 2 NH പാസിംഗ് ത്രൂ കേരള. നിങ്ങൾക്ക് അറിയുന്ന ഇഷ്ടംപോലെ NH ഉണ്ട്. ഇപ്പോൾ വർക്ക് നടക്കുന്ന NH66 ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്ന NH47 ഉണ്ട്. അതേപോലെ ഇഷ്ടംപോലെ നാഷണൽ ഹൈവേസ് ഉണ്ട്. അപ്പം നിങ്ങൾ മിനിമം ഒരു 4 നാഷണൽ ഹൈവേ എങ്കിലും പഠിച്ചു വെക്കുക. അത് നമ്പർ മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, എവിടം മുതൽ എവിടം വരെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പോൾ NH66 പറയുകയാണെങ്കിൽ അത് മുംബൈ മുതൽ നമ്മൾ കന്യാകുമാരി വരെ കണക്ട് ചെയ്യുന്ന ആളാണ് NH66 എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള NHകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ SHകളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത്, ദ സ്റ്റോപ്പ് സൈൻ ഈസ് എക്സ്ക്ലൂസീവ്ലി ഡിനോട്ടഡ് ബൈ. നമ്മൾ നേരത്തെ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ ട്രാഫിക് സയൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ അത് പിന്നെ നമ്മൾ സർക്കിൾ സൈൻ അല്ലെങ്കിൽ കാറ്റഗറിയിൽ വരുന്ന സംഗതിയാണ്. അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സയൻസിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് അവിടെ മെൻഡേറ്ററി ഉണ്ട്, ഇൻഫോർമേറ്ററി ഉണ്ട്, അങ്ങനെ കുറേ സയൻസ് ഉണ്ട്. അതിൽ സ്റ്റോപ്പിൻ്റെ ഇത് മാത്രമാണ് ഒരു എക്സ്ക്ലൂഷനായിട്ട് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് കിടക്കുന്ന ആൾ എന്ന് പറയുന്നത് സ്റ്റോപ്പിൻ്റെ സൈനാണ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇതേപോലെയാണ്. അതായത് ടോട്ടലി 8 സൈഡ്സ് ഉണ്ടാവും. ഇത് 8 ഇല്ല, എന്നാലും 8 സൈഡ്സ്. ഇവിടെ ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ എന്തായി, ഇത് 8 സൈഡ്സ് ആയി. സോ മൊത്തത്തിൽ ഒക്ടാഹെഡ്രൽ ഷേപ്പായിരിക്കും ആർക്കുണ്ടാവുക, നമ്മൾ സ്റ്റോപ്പ് സൈൻ ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ ഓർ ദി ലേ ഔട്ട് ഓഫ് ദി സെൻട്രൽ ലൈൻ ഓഫ് ദ ഹൈവേ ഓൺ ദ ഗ്രൗണ്ട് ഇസ് കോൾഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളോട് 7 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഹൈവേ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈവേ അലൈൻമെൻറ്റ് എങ്ങനെ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ഹൈവേ അലൈൻമെൻറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ പാർട്ട് 3ലേക്ക് പോകും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്സ് ആസ് പെർ IRC. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു, NH, SH അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇനി ക്ലാസിഫൈ ദ ടൈപ്സ് ഓഫ് ട്രാഫിക് സയൻസ് യൂസ്ഡ് ഇൻ ഇന്ത്യ. നമ്മൾ ഇൻഫോർമേറ്ററി, മെൻഡേറ്ററി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ടൈപ്പ് ട്രാഫിക് സയൻസ് ഉണ്ട്. അടുത്തത്, എക്സ്പ്ലെയിൻ എനി 3 ടൈപ്സ് ഓഫ് ട്രാഫിക് ഐലൻഡ്സ്. ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റോട്ടറി ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഐലൻഡ് എന്നുള്ള സംഗതിയിൽ പറയാം. പക്ഷേ ആക്ച്വലി അത് ചാനലൈസ്ഡ് ഐലൻഡിനെ കുറിച്ചാണ് പറയാം. അപ്പോൾ നമ്മൾ റോഡ് ജംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജംഗ്ഷൻ്റെ
നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് വരുന്ന ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സിഗ്നൽ വെയിറ്റ് ചെയ്യാതെ ഇങ്ങോട്ട് ഡയറക്റ്റ്ലി ടേൺ ചെയ്യാം. അപ്പോൾ അയാളെ അത് മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആ 3-4 ടൈപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് ലിസ്റ്റ് ഡിഫറെൻറ്റ് സ്റ്റാഫിക് സ്റ്റഡീസ് റിക്വയർഡ് ഫോർ പ്ലാനിങ് ഓഫ് എ റോഡ്. ഓക്കെ, സ്റ്റാഫിക് സ്റ്റഡീസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് പറഞ്ഞു, ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി അതിലുള്ള ഒരു സ്റ്റഡിയാണ്. ഇനി അടുത്തത് ഔട്ട്ലൈൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാഫിക് വോളിയം സ്റ്റഡീസ്. ട്രാഫിക് വോളിയം സ്റ്റഡീസിനെ കുറിച്ച് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. വോളിയം സ്റ്റഡീസ് 2 ടൈപ്പ് ഉണ്ട്, മാനുവൽ മെത്തേഡുണ്ട്, ഓട്ടോമാറ്റിക് മെത്തേഡുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, അതിനെപ്പറ്റിയും നിങ്ങൾ പഠിച്ചു പോകണം. ഇല്ലസ്ട്രേറ്റ് ഇനി 3 മാൻഡേറ്ററി ട്രാഫിക് സയൻസ് വിത്ത് ഇറ്റ്സ് പർപ്പസ്. നമ്മൾ പറഞ്ഞു ട്രാഫിക് സയൻസ് തന്നെ വീണ്ടും ട്രാഫിക് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. 3 മാൻഡേറ്ററി ആയിട്ടുള്ള ട്രാഫിക് സൈനുകൾ ഏതൊക്കെ എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക, അതിൻ്റെ പർപ്പസും എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷൻ ആൻഡ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ. ഞാൻ നേരത്തെ നമ്മൾ പറയാതെ പറഞ്ഞു പോയ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷനിലുള്ള കുറേ ടൈപ്സ് പറഞ്ഞു, അറ്റ് ഗ്രേഡിലുള്ള കുറേ ടൈപ്സ് പറഞ്ഞു. അത് ഏതൊക്കെ ലെവലാണ്, സെയിം ലെവലാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയും. ഡിഫറൻറ്റ് ലെവലാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കാം. ഇനി അടുത്തത് നമ്മൾ പാർട്ട് സിയിലെ ചോദ്യം നോക്കാം. വിത്ത് ഹെൽപ്പ് ഓഫ് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ ട്രംപറ്റ് ജംഗ്ഷൻ. ഞാൻ പറഞ്ഞു ട്രംപറ്റ് ജംഗ്ഷൻ സ്കെച്ച് ചെയ്യാം. ഓക്കെ, പക്ഷേ ബാക്കി ഞാൻ പറഞ്ഞല്ലോ സ്കെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, ഒരു 2 to 3 മാർക്സ് കിട്ടും. പക്ഷേ ബാക്കി മാർക്സ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. അത് ഞാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു പോയിട്ടുണ്ട്. ഇൻ്റർചേഞ്ചുകൾ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അടുത്തത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ ഫിക്സിംഗ് റോഡ് അലൈൻമെൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള സംഗതി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത് എക്സ്പ്ലെയിൻ ഗ്രേഡഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ എന്നുള്ള സംഗതി. വിത്ത് ഹെൽപ്പ് ഓഫ് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ക്ലവർ ലീഫ് ജംഗ്ഷൻ. ഓക്കെ, അതായത് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്, 7 മാർക്കിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ. പക്ഷേ ഇവിടെ എന്താ മാറി ചോദിച്ചത്, ഇവിടെ ട്രംപറ്റിന് പകരം അവരെന്താ ചോദിച്ചത്, ക്ലവർ ലീഫാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി പറയുന്നുണ്ട്. സോ ക്ലവർ ലീഫ് ജംഗ്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് കണ്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ എസ്എ മാരത്തോൺ, അതായത് മാരത്തോൺ പോലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ ആൻസേഴ്സും കൂടി നമുക്ക് പറഞ്ഞു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ നിങ്ങൾ എസ്എയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് മൊഡ്യൂളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമ്മളുടെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. നമ്മളുടെ CO2, അതായത് സെക്കൻഡ് മൊഡ്യൂളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു. ഹായ് എവരിവൺ, MRCൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ സമ്മേറ്റീവ് അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാരത്തോൺ സെഷനായിരുന്നു. അതായത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു പോവുക, അതേപോലെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്കിൻ്റെയും അതേപോലെ തന്നെ ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. അപ്പോൾ അതിൽ നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അതിൻ്റെ സിലബസ് ഒന്ന് പറഞ്ഞു പോവാം. നമുക്കറിയാം സെക്കൻഡ് മൊഡ്യൂളിൽ ഹൈവേ ജോമെട്രിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, പഠിച്ചു പോകുന്നത്. ഹൈവേ ജോമെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഹൈവേൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് പെരിഫറിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ ഹൈവേയിലേക്ക് നല്ല രീതിയിൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഹൈവേ ജോമെട്രിക്സ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഹൈവേ എങ്ങനെയാണ്, ഒരു ഹൈവേൻ്റെ ക്രോസ് സെക്ഷൻസ് എങ്ങനെയാണ്, അതിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്യാമ്പർ എന്താണ്, ഗ്രേഡിയൻ്റ് എന്താണ്, അതിലത്തെ ഡിസൈൻ സ്പീഡിനെ കുറിച്ച് പറയുന്നുണ്ട്. സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റോഡ് അർബോറിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ റോഡ് ഡ്രെയിനേജ് എന്താണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമ്മൾ കേവ്സ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കേവ്സുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിൻ്റെ ടൈപ്സ്, അതിൽ വരുന്ന 2 മെയിൻ ടൈപ്പാണ്, ഹോറിസോണ്ടൽ, വെർട്ടിക്കൽ. നമുക്ക് ഇന്ന് നോക്കാനുള്ളൊരു ചോദ്യമാണത്. പിന്നെ എക്സ്ട്രാ വൈഡിങ് ഓഫ് റോഡ്സ്, പിന്നെ ട്രാൻസിഷൻ കേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ സൂപ്പർ എലിവേഷൻ, അതിൻ്റെ ഡെഫിനിഷൻ ആൻഡ് ഫോർമുല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ റോഡ് മെറ്റീരിയൽസിലേക്ക് കടക്കുകയാണ്, അതേപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റുകൾക്കും നമ്മൾ കടക്കുകയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ടെസ്റ്റ് ഓൺ അഗ്രിഗേറ്റ്സ് വരുന്നുണ്ട്, പിന്നെ ടൈപ്സ് ഓഫ് ബിറ്റുമിൻ, അതിൻ്റെ കാര്യങ്ങൾ, അതിലുള്ളതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ സിമൻറ്റ് കോൺക്രീറ്റ് റോഡ് എന്ന് പറഞ്ഞുള്ള റിജിഡ് പേയ്മെൻറ്റ്, നമ്മൾ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, റിജിഡ് പേയ്മെൻറ്റ് എന്നുള്ള 2 രീതിയിൽ നമ്മൾ പേയ്മെൻറ്റ് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്.
അപ്പോൾ അതിൽ റിജിഡ് പേയ്മെൻറ്റിൽ വരുന്ന ആളാണ് സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ്. അപ്പോൾ അതിൻ്റെ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ അതിൻ്റെ ജോയിൻസ് കാര്യങ്ങൾ, അതേപോലെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് കോൺക്രീറ്റ് റോഡ്. സോ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാംസൊക്കെ നോക്കുന്ന സമയത്ത് എക്സാംസിലൊക്കെ നമ്മൾ പാർട്ട് സിയിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 7 മാർക്കിന് ചോദ്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെ അവർ സെലക്ട് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2ഉം അതേപോലെ മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 കംപ്ലീറ്റ്ലി റെയിൽവേ എഞ്ചിനീയറിംഗ് ആണ്, മൊഡ്യൂൾ 2 കംപ്ലീറ്റ്ലി ഹൈവേ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലത്തെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും 7 മാർക്ക് ക്വസ്റ്റ്യനും പിന്നെ മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി എന്ത് ചെയ്യാം, ഒന്ന് നമുക്ക് കണ്ണോടിച്ച് പോകാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ സെഷനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് സ്റ്റേറ്റ് സൂപ്പർ എലവേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ സൂപ്പർ എലവേഷൻ എന്നുള്ള സംഗതിയാണ്. എന്താണ് സൂപ്പർ എലവേഷൻ എന്ന് പറയുന്ന ടേം? നമുക്ക് എല്ലാവർക്കും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മളൊരു കേർവ് എത്തുന്ന സമയത്ത്, നമ്മൾ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുന്നിൽ എന്തുണ്ട്, ഒരു കർവ് ഉണ്ട്. ഓക്കെ, ആ കർവ് എത്തുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് സ്ലോ ചെയ്തിട്ട് നമ്മൾ പതുക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെയറിങ് തിരിച്ച് അങ്ങനെയാണ് കേർവിൽ പോവുക. നമ്മൾ സ്ലോ ചെയ്തതിൽ എന്ത് സംഭവിക്കുക, നമ്മൾ നേരെ എന്ത് ചെയ്യും, ഈ ഭാഗത്തേക്ക് പോകും. പക്ഷേ എന്തോ ഒരു സാധനം നമ്മൾ ആ സ്പീഡ് കുറയ്ക്കാതെ പോയി കഴിഞ്ഞാൽ എന്തോ സംഭവം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കൊണ്ടുപോയി അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം ആ ഒരു സാധനം നമ്മളെ പുറത്തേക്ക് തള്ളുന്ന ആൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെൻട്രിഫ്യൂജൽ ഫോഴ്സാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് പുറത്തേക്ക് നമ്മളെ വലിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ഫോഴ്സ് നമ്മളെ വരയ്ക്കുന്ന സമയത്ത് ഇതിനെ നമ്മൾ കൗണ്ടറാക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ ഇങ്ങോട്ടേക്ക്, നമ്മളെ വണ്ടിനെ ഇങ്ങോട്ട് എത്തിക്കണമല്ലോ, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വല്ലാണ്ട് സ്പീഡ് കുറയ്ക്കാതെ തന്നെ നമ്മൾ റോഡിൽ നമ്മൾ കൺസ്ട്രക്ഷനിൽ ഒരു പണി ചെയ്യും. ആ പണിക്കാണ് നമ്മൾ എന്ത് പറയാം, സൂപ്പർ എലവേഷൻ എന്ന് പറയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം സെൻറ്റൻസ് വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം എങ്ങനെ എഴുതണം എന്നുള്ള സംഗതി വായിക്കാം. സൂപ്പർ എലവേഷൻ ഈസ് നെസസറി ടു കൗണ്ടറാക്ട് ദി എഫക്ട്സ് ഓഫ് സെൻട്രിഫ്യൂജൽ ഫോഴ്സ്. ഞാൻ പറഞ്ഞു പുറത്തേക്കൊരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കണം, ഒരു സൂപ്പർ എലവേഷൻ കൊടുക്കണം. ഇറ്റ് ഈസ് ദി അമൗണ്ട് ബൈ വിച്ച് ദി ഔട്ടർ എഡ്ജ് ഓഫ് എ കർവ്, അതായത് ഔട്ടർ എഡ്ജ് പറഞ്ഞാൽ ഇതാണ്, ഇന്നർ എഡ്ജ് പറഞ്ഞാൽ ഇതാണ്. ഇന്നർ എഡ്ജ് നമ്മൾ ഇവിടെ നിർത്തിയതിന് ശേഷം ഔട്ടർ എഡ്ജ് നമ്മൾ റേസ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ എന്ത് പറയാം, നമ്മൾ പറയാം സൂപ്പർ എലിവേഷൻ എന്ന് പറയാം. അതിനെ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്, ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്യാണ്, ഒരു സർക്കുലർ പാത്തിൽ ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ഔട്ട്വാർഡ് ഫോഴ്സ്, പുറത്തേക്ക് ഒരു ഫോഴ്സ് അത് സബ്ജക്റ്റഡ് ചെയ്യും, വിച്ച് മേക്സ് എ വെഹിക്കിൾ ടു ഓവർടേൺ ആൻഡ് സ്കിഡ്, അല്ലേ. സ്കിഡ് ആവാനും ഓവർടേൺ മറിയാനുമുള്ള ചാൻസ് എന്തുണ്ടാക്കും, ഈ പറഞ്ഞിട്ടുള്ള സെൻട്രിഫ്യൂജൽ ഫോഴ്സ്, പുറത്തേക്കുള്ള ഫോഴ്സ് ഉണ്ടാക്കും. ഈ ഫോഴ്സിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി, അതേപോലെ തന്നെ സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് എന്ത് ചെയ്യും, നമ്മൾ റൈസ് ചെയ്യും. ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം റൈസ് ചെയ്യും അബവ് ദി ഇന്നർ എഡ്ജ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, സൂപ്പർ എലവേഷൻ എന്ന് പറയാം. ഒരു ഫിഗർ വെച്ചിട്ട് എനിക്കിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇതിന് നമ്മൾ വേറൊരു പേരും കൂടി പറയും, ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയും. സോ ഇതാണ് ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത്. ഈ വെഹിക്കിൾ ഈ കർവിൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഈ വെഹിക്കിളിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോഴ്സ് പുറത്തേക്ക് ആക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങോട്ടേക്ക് വരണം. അതിനാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രിപിറ്റൽ ഫോഴ്സ്. പക്ഷേ ഈ ഫോഴ്സ് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഈ താഴത്തേക്ക് എന്തുണ്ട്, ഒരു വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താ, നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടോ, റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് പുറത്തേക്ക് തള്ളി പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ടെൻഡൻസിയിൽ ഈ റിസൾട്ടൻ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഓപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു ഫോഴ്സ് വരണ്ടേ. ആ ഫോഴ്സ് വരാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ നമ്മൾ സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ ഹൈറ്റ് എന്താണ് നമ്മൾ പൊക്കി കൊടുക്കുക ചെയ്യണം. അതായത് ഇന്നർ എഡ്ജിനെ കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഔട്ടർ എഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റേസ് ചെയ്യാണ് അബവ് ദി ഇന്നർ എഡ്ജ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒന്നും കൂടി ഞാൻ ഈ പറഞ്ഞ സംഗതി, അതായത് ഒരു ഉത്തരം എഴുതേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണ്, ഈ ഒരു സംഗതി 3 മാർക്സിൻ്റെ ചോദ്യമാണ്. അപ്പോൾ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു, it is the amount by which the edge of a curve on a road is raised above the inner edge to counteract എന്താണ്, counteract the imbalance caused by the outward thrust. outward thrust എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള ഫോഴ്സ്. ഈ outward thrustനെ നമുക്ക് എന്തും വിളിക്കാം, സെൻട്രിഫ്യൂജൽ ഫോഴ്സ് എന്നും നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാൻ പറ്റും. ഈ ഇൻ്റെ അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ ഒരു ഇക്വേഷനാണ്, E = V²/RG. ഈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്, 9.81 ആണ്. ആ വാല്യൂ കൊടുത്ത വാല്യൂ ആണ്, സംഗതിയാണ് 127 R എന്ന് പറയാം. സോ ഈ ഒരു ഇക്വേഷനും നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം ഇക്വേഷൻസ് മാത്രമായിട്ട് നിങ്ങളോട് ചോദിക്കലുണ്ട്, അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂമറിക്കൽസ് ഒന്നും ചോദിച്ച് കാണാറില്ല എക്സാമിന്. ഓക്കെ, നിങ്ങളുടെ സിലബസിലും അത് പറയുന്നില്ല, പക്ഷേ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ സൂപ്പർ എലിവേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സൂപ്പർ എലിവേഷൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. ഇനി നീഡ് ഫോർ സൂപ്പർ എലിവേഷൻ, എന്തിനാണ് സൂപ്പർ എലിവേഷൻ നമുക്ക് ആവശ്യം എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കാൻ
മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു വെഹിക്കിൾ എന്താണ് ഒരു സർക്കുലർ കർവിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കഥയാണ്. ഇറ്റ് ഈ സബ്ജക്റ്റ് ടു എന്താണ് ഒരു ഔട്ട്വേർഡ് ഫോഴ്സിലേക്ക് സബ്ജക്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് സംഭവിക്കുക, വെഹിക്കിളിന് ഓവർ ടേണും അതേപോലെ സ്കിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആര് കാരണം, പുറത്തേക്കുള്ള ഫോഴ്സ് കാരണം. അതാണ് സെൻട്രിഫ്യൂജൽ ഫോഴ്സ്. ഈ ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ നമ്മളെ വെഹിക്കിളിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കേർവിൻ്റെ ഔട്ടർ എഡ്ജ്, അതായത് ഈ എഡ്ജ് നമ്മൾ എന്ത് ചെയ്യും, പൊന്തിച്ച് വെക്കും, അല്ലെങ്കിൽ നമ്മൾ റേസ് ചെയ്ത് വെക്കും. അബവ് ദി ആര കമ്പയർ ചെയ്തിട്ട് ഇന്നർ എഡ്ജിനെ കമ്പയർ ചെയ്ത് ഔട്ടർ എഡ്ജ് നമ്മൾ റേസ് ചെയ്ത് വെക്കും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, സൂപ്പർ എലിവേഷൻ, ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് വിളിക്കുക. നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ ഞാൻ ചെറിയൊരു സൈക്ലോ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് കാണാപ്പാടം പഠിക്കാനോ വരച്ച് പഠിക്കാനുള്ളതല്ല, ഇതിൻ്റെ ഒരു സംഗതി മനസ്സിലാക്കാൻ. അതായത് ആദ്യം ഒരു കർവ് എന്ത് ചെയ്യും, ഒരു കാറ് നമ്മളുടെ കേർവിൽ എൻ്റർ ചെയ്യും, ഒരു വെഹിക്കിൾ എൻ്റർ ചെയ്യും. അപ്പോൾ തന്നെ എന്താ സംഭവിക്കുക, ഒരു സെൻട്രിഫ്യൂജൽ ഫോഴ്സ് പുറത്തേക്ക് എക്സേർട്ടഡ് ആവും. അപ്പോൾ അത് കാരണത്താൽ എന്താണ്, ഒരു ഓവർ ടേണിങ്ങിലുള്ള റിസ്ക്, ഓവർ ടേണിങ് എന്ന് പറഞ്ഞാൽ മറയാനുള്ള റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സൂപ്പർ എലിവേഷൻ കൊടുക്കും. നമ്മളെ റോഡിന് സൂപ്പർ എലിവേഷൻ, ഇവിടെ ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, പൊക്കും, അതായത് ഇന്നർ എഡ്ജ് ഹൈറ്റ് പൊക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ഓവർ ടേൺ ചെയ്യാൻ, ഇങ്ങോട്ടേക്ക് ഓവർ ടേൺ ചെയ്യാനാണല്ലോ വെഹിക്കിളിന് ഇതുണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഹൈറ്റ് കൊടുക്കുമ്പോൾ ഇതെന്ത് ചെയ്യും, സ്റ്റെബിലൈസ് ആവും, വെഹിക്കിൾ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ എലിവേഷൻ കൊടുക്കുമ്പോൾ നടക്കുന്ന പ്രൊസീജിയറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ റൈറ്റ് സൈഡത്തെ ഫിഗർ വരയ്ക്കാനോ പഠിക്കാനോ ഉള്ളതല്ല, നിങ്ങളൊന്ന് ഓർത്ത് വെക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിത് കൊടുത്തിട്ടില്ല എന്താ സംഭവിക്കുക, വെഹിക്കിളിന് ഓവർ ടേൺ സ്കിഡ് ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഒരു 3 മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി ഇതേ ഒരു പോർഷനുമായി ബന്ധപ്പെട്ടുള്ള, നമ്മൾ ഈ കേർവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ പറഞ്ഞുള്ള ഹൈവേ കേർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ഓൺ ഹൈവേ കേർവ്സ് എന്നുള്ള ചോദ്യം നിങ്ങളോട് ചോദിക്കാം. അതേപോലെ തന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ടാണ് ഹൈവേ കേർവ്സ് എന്ന് ചോദിക്കാം. ടൈപ്സ് ഓഫ് ഹൈവേ കേർവ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഈ ഹൈവേ കേർവ്സിൽ തന്നെ നിങ്ങളോട് എന്ത് ചോദിക്കാം, ഹൊറിസോണ്ടൽ കേർവ്സിനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വേർട്ടിക്കൽ കേർവ്സിനെ കുറിച്ച് ചോദിക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉത്തരമാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി അതേപോലെ തന്നെ അടുത്തൊരു കേസ് അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നോട്ട് എഴുതിയെടുക്കുക. അടുത്ത കേസ് നമ്മൾ ഇതിൻ്റെ 4th ടൈപ്പ്, ഇത് ഹോറിസോണ്ടലിൽ തന്നെ 4 ടൈപ്പ് ഉണ്ട്. 1, 2, 3 സിമ്പിൾ കർവ്, കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ്. ഇനി അതേപോലെ തന്നെ 4ാമത്തതായിട്ട് ട്രാൻസിഷൻ കർവ് ഉണ്ട്. ട്രാൻസിഷൻ കർവും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്. അതേപോലെ തന്നെ ട്രാൻസിഷൻ കർവിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആരൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈവേ കേർവ്സിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. 2 ടൈപ്പാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഒന്ന് ഹോറിസോണ്ടൽ കേർവും അടുത്തത് വേർട്ടിക്കൽ കേർവും. ഈ ഹോറിസോണ്ടൽ കേർവിനെ തന്നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ കർവ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കർവാണ്. 2ാമത്തത് കോമ്പൗണ്ട് കർവ്, 3ാമത്തത് റിവേഴ്സ് കർവ്, 4ാമത്തത് ട്രാൻസിഷൻ കർവ്. ഈ ട്രാൻസിഷൻ കർവിനെ 3 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബെർണോളിസ് ലെമിൻസ്കേറ്റ് എന്നാണ് ഒന്നിൻ്റെ പേര്, അടുത്തത് സ്പൈറലാണ്, അടുത്തത് ക്യൂബിക് പാരബോളാണ്. ഇനി മെയിൻ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അടുത്തത് വേർട്ടിക്കൽ കർവാണ് ക്ലാസിഫിക്കേഷൻ. ഇത് 2 ടൈപ്പാണുള്ളത്. ഒന്ന് സമ്മിറ്റ് കർവും, 2ാമത്തെ എന്താണ്, വാലി കർവാണ്. അപ്പോൾ ഈ 2 ടൈപ്പും ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് കർവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണെന്ന് എഴുതാൻ പറ്റും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഹൈവേ കർവ്സ് അല്ലെങ്കിൽ റൈറ്റ് ഓൺ ഹൈവേ കർവ്സ് എന്ന് 7 മാർക്കിനെ ചോദിച്ചില്ല. അപ്പോൾ ഒരിക്കലും എന്ത് മനസ്സിലാവില്ല, ടൈപ്സ് മാത്രം എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ സിമ്പിൾ കർവിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കണം. എന്താണ് സിമ്പിൾ കർവ്? This is a curve of single arc of uniform radius connecting 2 tangents. This curve is designated as degree of curve, which is the angle subtended at the center by a chord of 30 meters length. ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ കുറേ ഉള്ള മാതിരി തോന്നും, പക്ഷേ ഒന്നുമില്ല, വളരെ സിമ്പിളാണ് ഇതിൽ പറയുന്ന കാര്യം. ഒന്ന് ഇത്രയേ ഉള്ളൂ, ഒരു കർവാണ്, സിമ്പിളാണ്. സിമ്പിൾ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 യൂണിഫോം റേഡിയസ് ആണ്. ഇതിൻ്റെ യൂണിഫോം റേഡിയസ് ആണ്. നമ്മൾ ഈ കർവിനെ നമ്മൾ ഒരു സർക്കിളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെ വരിക, ഒരു കർവ് ഇങ്ങനെയാണ് ഫോം ചെയ്യുക. സോ ഇവിടെ എന്താണ്, 2 റേഡിയസും സെയിം ആണ്. സോ യൂണിഫോം റേഡിയസ് ആണ്. ആൻഡ് ദ 2 ടാൻജൻസ്, ഈ 2 ടാൻജൻസും കണക്ട് ചെയ്യുന്ന യൂണിഫോം റേഡിയസ് ആണ്, അല്ലെങ്കിൽ യൂണിഫോം റേഡിയസോട് കൂടി ഒരു കർവാണ് എന്ത് എന്ന് പറയുന്നത്, സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഒരു കർവ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, സിമ്പിളായിട്ടുള്ള കർവാണ്. ഇതിൻ്റെ 2ൻ്റെയും റേഡിയസ് എന്താണ്, വെറും 6 ആണ്. ഇതിനൊരു ടാൻജൻറ്റ് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനൊരു ടാൻജൻറ്റ് ഉണ്ട്. ഈ 2 ടാൻജൻറ്റ് കൂടി മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കർവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിമ്പിൾ കർവ്. അത്രേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഈ സിമ്പിൾ കർവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ ഫിഗറിൽ. ഓക്കെ, ഈ സിമ്പിൾ കർവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു രീതിയിലും കൂടിയും സിമ്പിൾ കർവിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഈ കണ്ടിട്ടുള്ള
ലൈനില്ലേ, ഇതാണ് ഒരു 30 മീറ്റർ കോഡ് എന്ന് പറയുന്നത്. ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 പോയിന്റുകൾ ജോയിൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ഈ 2 പോയിന്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് കോഡ് എന്നാണ് നമ്മൾ വിളിക്കുക. അങ്ങനെയുള്ളൊരു 30 മീറ്റർ കോഡ് നമ്മൾ എന്താണ് ജോയിൻ ചെയ്യുകയാണ്. ഈ 30 മീറ്റർ കോഡ് സെൻറ്ററിലേക്ക് ഒരു ആംഗിൾ എന്താണ് സബ്റ്റൻഡ് ചെയ്യാണ്. ലെറ്റ്സ് സേ ഒരു എക്സ് ഡിഗ്രി സബ്റ്റൻഡ് ചെയ്യണം. ഇതിൻ്റെ റേഡിയസ് എന്താണ് RR ആണ്. അങ്ങനെ ഫോം ചെയ്യുന്ന കർവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിമ്പിൾ കർവ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് ഒന്നുകൂടി അതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകാം. എന്താണ് സിമ്പിൾ കർവ്? ഞാൻ നേരത്തെ പറഞ്ഞു, ദിസ് ഈസ് എ കർവ് ഓഫ് സിംഗിൾ ആർക്ക് ഓഫ് യൂണിഫോം റേഡിയസ് ആണ് കണക്റ്റിംഗ് രണ്ട് ടാൻജൻസിനെ കണക്ട് ചെയ്യുന്ന, യൂണിഫോം ആയിട്ട് റേഡിയസ് കണക്ട് ചെയ്യുന്ന ആർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിമ്പിൾ കർവ് എന്ന് വിളിക്കുക. ഈ കർവ് എങ്ങനെയാണ് അത് അറിയപ്പെടുന്നത്? ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് കർവ്. ഇവിടെ ഒരു ഡിഗ്രി ഓഫ് കർവ് ഉണ്ടാവും, വിച്ച് ഈസ് എന്താണ്, ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളാണ് ബൈ ആര്. ഒരു കോഡ് നമ്മൾ 30 മീറ്ററിൻ്റെ ഒരു കോഡ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അത് സെൻറ്ററിലേക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ഡിഗ്രി ഓഫ് കർവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സിമ്പിൾ കർവ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ കർവ് സാധാരണഗതിയിൽ സ്ലോ മൂവിങ് ആയിട്ടുള്ള ട്രാഫിക്കിനും ലാർജ് റേഡിയസിൽ സ്ലോ മൂവിങ് ആയിട്ടുള്ള ട്രാഫിക്കിന് നമ്മൾ കൊടുക്കുക. അതായത് കുറേ വണ്ടികളുണ്ട്, പക്ഷെ എന്താണ്, ലാർജ് റേഡിയസ് നമുക്ക് കൊടുക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. അങ്ങനെ ഉള്ള സ്ഥലത്താണ് നമ്മൾ സിമ്പിൾ കർവ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇനി കോമ്പൗണ്ട് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട് കർവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ഒരേ സ്ഥലത്തേക്കാണ് ഇത് ടേൺ ആവുക. അതായത് ആദ്യം നമ്മൾ കൊടുത്ത ഒരു കർവ് എന്ന് പറയുന്നത് ഈ കർവാണ്. അപ്പോൾ ഈ കർവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കർവ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ റേഡിയസ് R ആണ്. അടുത്തൊരു കർവിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിന് സെയിം ഡയറക്ഷനിലാണ്, പക്ഷെ എന്താണ്, കുറച്ചും കൂടി വലിയ റേഡിയസ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇത് R1 ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ റേഡിയസ് വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കോമ്പൗണ്ട് കർവ്, അതായത് രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഉള്ള സിമ്പിൾ കർവ്, ഇത് നമ്മൾ പറഞ്ഞു സിമ്പിൾ കർവാണ്. അപ്പോൾ 2 or more സിമ്പിൾ കർവ് സെയിം റേഡിയായി ആകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റേഡിയസ് ആവാം, വിച്ച് ടേൺ ഇൻ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിലേക്ക് ടേൺ ചെയ്യുന്ന 2 സിമ്പിൾ കർവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോമ്പൗണ്ട് കർവ് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ ദിസ് കർവ് ദ അഡ്ജസൻറ്റ് സിമ്പിൾ കർവ്സ് ഹാവ് എ കോമൺ ടാൻജൻറ്റ് ഉണ്ട്. ദിസ് ടൈപ്പ് ഓഫ് കർവ് ഈസ് യൂസ്ഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് കട്ടിങ് ഇൻ ഹാർഡ് റോക്ക് അല്ലെങ്കിൽ ഹെവി ലിഫ്റ്റിംഗ് ചെയ്യേണ്ടോടത്താണ് നമ്മൾ എന്ത് കൊടുക്കുക, നമ്മൾ കോമ്പൗണ്ട് കർവ്സ് നമ്മൾ കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അവിടെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹില്ലി ഏരിയാസ് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കോമ്പൗണ്ട് കർവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഞാൻ ഒന്നുകൂടി ആ ഫിഗർ വെച്ചിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണ് കോമ്പൗണ്ട് കർവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഈ പറഞ്ഞിട്ടുള്ള കർവിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, R1ഉം ഇവിടെയും R1 ആണ്. ആൻഡ് ഈ കർവിൻ്റെ റേഡിയസ് ഓഫ് ദ R2 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർവിൻ്റെ റേഡിയസ് കുറഞ്ഞു, പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, 2 സിമ്പിൾ കർവ്സ് ജോയിൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് കർവിൻ്റെ ഒരു ഫിഗർ. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സിമ്പിൾ കർവിന് ഞാൻ നേരത്തെ വരച്ച പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കർവ് വരച്ച് കാണിക്കുക. അതേപോലെ തന്നെ കോമ്പൗണ്ട് കർവിനും ഈ ഫിഗേഴ്സ് നിങ്ങൾ വരച്ച് വെക്കുന്നത് എന്തുകൊണ്ടും ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസിലേക്ക് നിങ്ങൾക്ക് ഫോം ചെയ്യാനും പഠിക്കാനും സുഖമാണ്. അപ്പോൾ എങ്ങനെയാണ് കോമ്പൗണ്ട് കർവ് പറയുക, 2 സിമ്പിൾ കർവിൻ്റെ കോമ്പിനേഷൻസ് ആണ്. ആ സിമ്പിൾ കർവ് എങ്ങനെയുള്ളതാകാം, ഒന്നെങ്കിൽ സെയിം റേഡിയസ് ആകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റേഡിയസ് ആകാം. ആൻഡ് ഇറ്റ് ഈസ് എങ്ങോട്ടാണ്, സെയിം ഡയറക്ഷനിലാണ്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തത് എങ്ങോട്ട് വരിക, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അതേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങോട്ടേക്ക് പോവാം. ഇനി ഇപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പോയി, ഇനി ഈ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിയുകയാണെങ്കിലോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, റിവേഴ്സ് കർവ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ R1 എന്നുള്ള റേഡിയസിൽ ഒരു കർവ് വന്നു. ഈ കർവിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്തു, അടുത്തൊരു കർവ് വന്നു, R2 റേഡിയസിലുള്ള കർവ് വന്നു. ആൻഡ് ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, റിവേഴ്സ് കർവ് എന്ന് വിളിക്കുക. സോ റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ഡെഫിനിഷൻ പറയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതേ കർവ്, അതായത് നമ്മൾ കോമ്പൗണ്ട് കർവിൽ പഠിച്ച അതേ ഡെഫിനിഷൻ തന്നെ ഇതിന് പറ്റും. റിവേഴ്സ് കർവിന് നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, എന്താണ്, സെർപ്പൻറ്റൈൻ കർവ്. ഇതിൽ എന്താണ് കൺസിസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 സിമ്പിൾ കർവാണ് ഓഫ് സെയിം ഓർ ഡിഫറെൻറ്റ് റേഡിയാണ്, സെയിം റേഡിയ ആവാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റേഡിയ ആവാം. ആൻഡ് ടേൺ ഇൻ ദ സെയിം ഡയറക്ഷൻ ആയിരുന്നു എന്ത്, കോമ്പൗണ്ട് കർവ്. ഇവിടെ ടേൺ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്ത്, റിവേഴ്സ് കർവ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഇതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കാൻ. അപ്പോൾ ഫിഗേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ. ഓക്കെ, റിവേഴ്സ് കർവ് കഴിഞ്ഞാൽ അടുത്ത കർവാണ് എന്ത്, ട്രാൻസിഷൻ കർവ്. ട്രാൻസിഷൻ കർവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സ്ട്രിപ്പ് ഓഫ് റോഡ് ഉണ്ട്. ഓക്കെ, വേറൊരു സ്ട്രിപ്പ് ഓഫ് റോഡ് ഇവിടെയുണ്ട്. ഇതിന് നടുവിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കേവ്, ഈ ഭാഗത്തൊരു കേവ് ഉണ്ട്. ഇതൊരു ഹോറിസോണ്ടൽ ആയിട്ടുള്ള സിമ്പിൾ കർവാണ്.
ഈ കർവിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഇതിൻ്റെ റേഡിയസും 6. അപ്പോൾ ഇതിന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു കർവ് കൊടുക്കണമല്ലോ. ഈ കർവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ നമ്മളിതിൻ്റെ റേഡിയസ് നോക്കുമ്പോൾ അനന്തമായിട്ട് കിടക്കുകയാണ് അല്ലേ, ഈ ഒരു പോയിന്റിൽ അനന്തമായിട്ട് കിടക്കണം. അപ്പോൾ എന്താണ് നമ്മളതിന് വിളിക്കുക? ഇൻഫിനൈറ്റ് റേഡിയസ് നമ്മൾ വിളിക്കുക. ഇനി ഇങ്ങോട്ടേക്ക് കുറയണതിനനുസരിച്ച് എന്താ സംഭവിക്കണത്? ഈ റേഡിയസ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അതായത് ഇൻഫിനൈറ്റിൽ നിന്ന് ഇവൻ ഫൈനൈറ്റിലേക്ക് ആവാണ്. ഏത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസിഷൻ കർവ് എന്നുള്ളത്. അപ്പം അതിന് ഡെഫിനിഷൻ നമ്മൾ നോക്കിയേ. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഒരു സിമ്പിൾ കർവ് ഉണ്ട്. ആ സിമ്പിൾ കർവിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളാണ് ആര്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസിഷൻ കർവ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പോയാലോ, എ കർവ് ഹൂസ് റേഡിയായി, അതായത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, എ കർവ് ഹൂസ് റേഡിയായി ഗ്രാജുവലി വേരീസ് ഫ്രം ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി പറഞ്ഞാൽ കർവ് ഇവിടെ തുടങ്ങി അല്ലേ, കർവ് ഇങ്ങനെ തുടങ്ങി, ഇൻഫിനിറ്റിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വലിയ ഇൻഫിനിറ്റി ആണല്ലോ, കുറേ അങ്ങോട്ട് പോവാണ്, ഇത് ഇൻഫിനിറ്റി. അങ്ങനെ പോയി ഇത് കുറഞ്ഞ് വരികയാണല്ലോ, പിന്നെ കുറഞ്ഞ് ഇതെന്തായി മാറും? ഇത് നേരെ എന്തായി മാറും? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള റേഡിയസിലേക്ക് കണക്റ്റ് ആവും. ഓക്കെ, ഈ കർവിൻ്റെ റേഡിയസിലേക്ക് കണക്റ്റ് ആവും. ഈ കർവിൻ്റെ റേഡിയസിലേക്ക് കണക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ജോയിനിങ് നടക്കുക. അപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു സ്ട്രെയിറ്റ് സ്ട്രിപ്പ് ഉണ്ട്, ആ സ്ട്രിപ്പിലേക്കും എന്ത് ചെയ്യും? ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസിഷൻ കർവ് നമ്മൾ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഫൈനൈറ്റ് വാല്യൂ ഓഫ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ കർവ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു റോഡുണ്ട്, ഇങ്ങനൊരു കേവ് ഉണ്ട്, ഈ കേവിലേക്ക് ആര് ജോയിൻ ചെയ്യാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ട്രാൻസിഷൻ കർവ് ജോയിൻ ചെയ്യാണ്. ഓക്കെ, ട്രാൻസിഷൻ കർവ് ജോയിൻ ചെയ്യാണ്. ഈ ട്രാൻസിഷൻ കർവിൻ്റെ പ്രത്യേകത എന്താ? ട്രാൻസിഷൻ കർവിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻഫിനിറ്റി ആയിരുന്നു, ഇൻഫിനിറ്റിയിൽ നിന്ന് ഫൈനൈറ്റ് ആയിട്ടുള്ള റേഡിയസിലേക്ക് പോകുകയാണ്. അത് എങ്ങോട്ടേക്കാണ് ജോയിൻ ചെയ്യണത്? ഫൈനൈറ്റ് ആയിട്ട് ആദ്യമേ എന്തുണ്ട്? ഇവിടെ ഈ കർവ് ഉണ്ട്, ഈ കർവിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? 6. ഈ കർവിലേക്കാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഫൈനൈറ്റ് ആയിട്ടുള്ള റേഡിയസിലേക്ക് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസിഷൻ കർവ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ജോയിൻ ചെയ്യുന്ന ഈ കർവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രാൻസിഷൻ കർവ് എന്ന് വിളിക്കുക. അപ്പോൾ ഒന്നുകൂടി ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻഫിനൈറ്റ് ടു ഫൈനൈറ്റ് വാല്യൂ ഓഫ് ഈക്വൽ ടു ദി റേഡിയസ് ഓഫ് ദ സർക്കുലർ കർവ്. ഓക്കെ, സർക്കുലർ കർവിലേക്കാണ് ആര് ജോയിൻ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുള്ള കർവ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസിഷൻ കർവിൻ്റെ പ്രത്യേകത ഇറ്റ് ഗ്രാജുവലി വാരീസ് ഫ്രം ഇൻഫിനിറ്റി ടു ഫൈനൈറ്റ് വാല്യൂ ഓഫ് ഈക്വൽ റേഡിയസ്. ഇവിടെ ടു ദൻ്റെ ആവശ്യമില്ല, ഈക്വൽ റേഡിയസ് ഓഫ് സർക്കുലർ കർവ് ടു ബി കണക്റ്റഡ് ഈസ് നോൺ ആസ് ട്രാൻസിഷൻ കർവ്. അപ്പോൾ നമുക്ക് ഫിഗർ വെച്ചുകൊണ്ട് ഒന്നുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ട്രാൻസിഷൻ കർവ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു 2-3 സ്ട്രെയിറ്റ് ലാൻഡ് ഓഫ് സ്ട്രിപ്പ് ഉണ്ട് അല്ലേ. ഈ സ്ട്രെയിറ്റ് ലാൻഡ് ഓഫ് സ്ട്രിപ്പിനെ നമ്മൾ ഒരു സിമ്പിൾ കർവും ഒരു സൈഡിലുണ്ട്, സ്ട്രെയിറ്റ് റോഡുണ്ട്, ഒരു സിമ്പിൾ കർവും ഉണ്ട്. ഈ സിമ്പിൾ കർവിലേക്ക് ജോയിൻ ചെയ്യുന്ന കർവിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രാൻസിഷൻ കർവ് എന്ന് വിളിക്കുക. അപ്പോൾ ട്രാൻസിഷൻ കർവിൻ്റെ പ്രത്യേകത എന്താ? ഇൻഫിനൈറ്റ് ആയിട്ടുള്ള റേഡിയസ് ആണ്, കുറേ വലിയ റേഡിയസ് ആണ്. ആ റേഡിയസിന് കുറഞ്ഞ് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു റേഡിയസിലേക്ക് ഇവൻ വന്ന് മീറ്റ് ചെയ്യാണ്. ആ മീറ്റ് ചെയ്യുന്ന ആരിലേക്കാണ്? ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു സിമ്പിൾ കർവ് ഉണ്ട്. ആ കർവിൻ്റെ റേഡിയസിനോട് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? ആ റേഡിയസ് ജോയിൻ ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ ട്രാൻസിഷൻ കർവ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസിഷൻ കർവ് എന്ന് പറയാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ട്രാൻസിഷൻ കർവുകൾ 3 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് സ്പൈറലാണ്, അടുത്തത് ക്യൂബിക് പാരബോള, അടുത്തത് ലെമിൻസ്കേറ്റ്, അല്ലെങ്കിൽ ഇതിനൊന്നുകൂടി നമ്മൾ ഒരാളെ പേരിൽ പറയും ബെർണോളീസ് ലെമിൻസ്കേറ്റ് എന്ന് കൂടിയും നമ്മൾ ഇതിനെ അറിയപ്പെടാറുണ്ട്. ഇനി ഈ ട്രാൻസിഷൻ കർവിന് തന്നെ നമുക്ക് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കാൻ പറ്റുമെങ്കിൽ ബെർണോളീസ് എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ ഇപ്പോൾ നേരത്തെ ഒരു ഗ്രാഫ് കണ്ടു, ആ ഗ്രാഫ് എങ്ങനെ വന്നെന്നുള്ളത് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, നിങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് പഠിക്കാനില്ല. ഒരു ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ഈ ആക്സിസിൽ ബെർണോളീസ് ലെമിൻസ്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ആക്സിസിന് ചുറ്റും ഇങ്ങനെ വരുന്ന ആളാണ് ബെർണോളീസ് ലെമിൻസ്കേറ്റ്. അതായത് നമ്മൾ കേർവ് ഇങ്ങനെയാണ് കൊടുക്കുക. ഇനി നമ്മൾ സ്പൈറൽ പറയുകയാണെങ്കിലോ, സ്പൈറൽ എങ്ങനെയായിരിക്കും വരിക? അപ്പോൾ ഞാൻ ആ സാധനം വരച്ചു കേട്ടോ, നമ്മൾ സ്ലൈഡ് കുറച്ച് അപ്പുറമാണ്. ഓക്കെ, ഈ സംഗതി ഞാൻ വരച്ചു. ഇതാണ് ബെർണോളീസ് ലെമിൻസ്കേറ്റിൻ്റെ ആദ്യത്തെ പടി ഞാൻ വരച്ചു. ഇനി അടുത്തത് ആരാ വരുന്നത്? സ്പൈറലാണ് വരുന്നത്. ഈ സ്പൈറലാണ് ഞാൻ അടുത്തത് വരയ്ക്കാൻ പോകണം. ഓക്കെ, സ്പൈറൽ ഞാൻ വരയ്ക്കുകയാണ്. അതായത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്, ഇതും നിർബന്ധമുള്ള കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ സ്പൈറൽ നമ്മൾ വരച്ചു. സ്പൈറൽ ഇങ്ങനെ വരും. ഓക്കെ, സ്പൈറൽ വരച്ചു. ഇനി അടുത്തത് ആരാ വരുന്നത്? ക്യൂബിക് പാരബോള. ക്യൂബിക് പാരബോള നമുക്ക് എന്ത് ചെയ്യും? എങ്ങനെ വരയ്ക്കുക? പുറത്ത് കൂടെ വരയ്ക്കുക. ഇതാണ് ക്യൂബിക്കൽ പാരബോള. സോ ഇതാണ് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രാൻസിഷൻ കർവ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് വരയ്ക്കണം. ഇനി അതേപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, എന്താണ് അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റീവ്സ് ആണ്
നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹൈവേ കേർവ്സിന് ഉള്ളത് എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഹൈവേ കേർവ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് പ്രൊവൈഡ് എന്താണ് ഗ്രാജുവൽ ചേഞ്ച് ഇൻ ദ റേഡിയസ് ഓഫ് കർവേച്ചർ. നമ്മളിപ്പോൾ കണ്ടു ഗ്രാജുവലായിട്ട് റേഡിയസ് ഓഫ് കർവേച്ചറിൽ ചേഞ്ചസ് വരുത്തുക. അതേപോലെ തന്നെ റോഡ് യൂസേഴ്സ്, റോഡിലൂടെ യാത്ര ചെയ്യുന്ന യൂസേഴ്സിന് ഡിസ്കംഫേർട്ട് ഇല്ലാതിരിക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത എന്താ ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലവേഷൻ. സൂപ്പർ എലവേഷൻ കേർവിൽ നമുക്കറിയാം ഒരു സൈഡ് പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഗ്രാജുവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ എലവേഷൻ്റെ ഇൻട്രൊഡക്ഷനും കൂടി അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് നമുക്ക് ചെയ്യാനും കൂടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഈ ഒബ്ജക്റ്റീവ്സും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ടൈപ്പിലേക്ക് പോവുകയാണ്. അതായത് അടുത്ത മെയിൻ ടൈപ്പ് എന്നുള്ളത് ആരാണ്? വേർട്ടിക്കൽ കർവ്സ്. വേർട്ടിക്കൽ കർവ്സിൻ്റെ ആദ്യം ഒബ്ജക്റ്റീവ്സ് നോക്കുക. രണ്ട് ടൈപ്പാണുള്ളത്, ഒന്ന് സമ്മിറ്റ് കർവ്, ഒന്ന് വാലി കർവ്. സമ്മിറ്റ് കർവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ങനെ പൊന്തുന്നതും. വാലി കർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അതായത് ഇവിടെ പോണ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്? അപ്പിലേക്കാണ്. ഇവിടെ എങ്ങനെയാണ് പോവുക? താഴത്തേക്കാണ്. അതായത് അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് ഇവിടെ അപ്വാർഡാണ്. ഇതിന് സിമ്പിളായിട്ട് പറയാം, ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള സ്ലോപ്പാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുക. ഈ ഗ്രേഡിയൻ്റ് അപ്വാർഡ് ആണെങ്കിൽ ഇതിന് നമ്മൾ എന്ത് വിളിക്കും? സമ്മിറ്റ് എന്ന് വിളിക്കും. ഈ ഗ്രേഡിയൻ്റ് ഡൗൺവാർഡ് ആണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? വാലി എന്ന് വിളിക്കും. അപ്പോൾ തന്നെ അതിന് ഡെഫിനിഷൻ കിട്ടി. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? ടു പ്രൊവൈഡ് ഗ്രാജുവൽ ചേഞ്ച് ഇൻ ഗ്രേഡിയൻ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാജുവൽ ചേഞ്ച് ഇൻ റേഡിയസ് ഓഫ് കർവേച്ചർ ആണെങ്കിൽ ഇവിടെ എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത്? ഗ്രാജുവലായിട്ട് ഗ്രേഡിയൻ്റ്, അതായത് ക്രോസ് സ്ലോപ്പ് വരിക അല്ലേ, ഗ്രാജുവൽ, അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുക? ഈ പറഞ്ഞിട്ടുള്ള കേർവ്സ് കൊടുക്കുക. ടു പ്രൊവൈഡ് സഫീഷ്യൻറ്റ് വിസിബിലിറ്റി അല്ലേ, ഒരു കയറ്റത്തോട് കൂടിയ വളവ് കൊടുക്കുമ്പം നമുക്ക് എന്ത് ചെയ്യണം? കാണാൻ പറ്റണം. അപ്പോൾ നമ്മളെ വിസിബിലിറ്റി കൃത്യമായിട്ട് സഫീഷ്യൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ കംഫർട്ട് ടു പാസഞ്ചേഴ്സ്, രണ്ടിനും സെയിം ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് വേർട്ടിക്കൽ കേർവ്സ് എന്ന് പറയുന്ന സംഗതി. സോ വേർട്ടിക്കൽ കേർവ് ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ ഓഫ് എ റോഡ് വേ ഫോർ ഈസി ചേഞ്ച് ഓഫ് ഗ്രേഡിയൻറ്റ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. സമ്മിറ്റ് കേർവ്സ് ആർ വേർട്ടിക്കൽ കേർവ്സ് വിത്ത് എന്താണ്? അപ്വാർഡ് ഗ്രേഡിയൻറ്റ്, ആൻഡ് വാലി കേർവ്സ് ആർ വിത്ത് ഗ്രേഡിയൻറ്റ് ഡൗൺവാർഡ് ഗ്രേഡിയൻസ്. ഓക്കെ, ഈ രണ്ട് ഫിഗർ ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 7 മാർക്ക് എന്നുള്ള നിലക്ക് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ്പ്ലനേഷന് വേണ്ടിയാണ് കുറേ ഗ്രാഫും കാര്യങ്ങളൊക്കെ കാണിച്ചത്, അത്രയൊന്നുമില്ല. ഇതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട. നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം എന്നുള്ളത് ഇതാണ്, ഈ ഭാഗം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഒന്ന് എഴുതി പോസ് ചെയ്തിട്ട് എഴുതിയെങ്കിലും വെക്കുക. ഓക്കെ, നോട്ട് ഇല്ലാത്ത ആളുകൾ. സോ ഈ പറഞ്ഞിട്ടുള്ള ഹൈവേ കേർവ്സിൻ്റെ ഫസ്റ്റ് കാര്യമാണ് ഹോറിസോണ്ടൽ കേർവ്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ കേർവ് ആണ്. ഇതെന്താണ്? ഒരു നമ്മൾ പ്ലെയിനിൽ കൊടുക്കുന്ന ഒരു സിമ്പിൾ കേർവാണ് ഹോറിസോണ്ടൽ കേർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ടൈപ്പാണ് സിമ്പിൾ കർവ്, ഒന്ന് കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ്. ഇതിൻ്റെ ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ട്രാൻസിഷൻ കർവിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ട്രാൻസിഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവണം. പറ്റുമെങ്കിൽ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഫിഗേഴ്സും കൂടിയും നിങ്ങൾ എന്ത് ചെയ്യുക? വരച്ച് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നതോടുകൂടി 4 കാര്യങ്ങൾ പറയുന്നതോടുകൂടി ഹോറിസോണ്ടൽ കേർവ്സ് കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത വേർട്ടിക്കൽ കേർവ്സ് നമ്മൾ പറയുന്നത് എവിടെയാണ്? ഇത് ഞാൻ എക്സ്പ്ലനേഷന് വേണ്ടി വെച്ചിട്ടുള്ള സംഭവമാണ്. വേർട്ടിക്കൽ കേർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ആ ഒരു സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. നിങ്ങൾ പോസ് ചെയ്യുക അല്ലെങ്കിൽ എഴുതിയെടുക്കുക. വേർട്ടിക്കൽ കേർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? സമ്മിറ്റ് കേർവ്സ്, വാലി കേർവ്സ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളൊരു 7 മാർക്ക് ക്വസ്റ്റ്യനിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറയേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം 7 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ള ഒരു സംഗതിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ പ്രീവിയസ് ഇയറിൽ മൊഡ്യൂൾ 2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ണോടിച്ച് പോകാം. ഓക്കെ, ആദ്യത്തേത് ദ ഏരിയ ഓഫ് ലാൻഡ് അക്വയർഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ റോഡ് അലോങ് ദി അലൈൻമെൻറ്റ്. ഇത് 2 അല്ല, അലോങ് ദി അലൈൻമെൻറ്റ് ഈസ് കോൾഡ്. ഇത് നമ്മളോട് ഒരു റോഡിൻ്റെ ക്രോസ് സെക്ഷൻ വരയ്ക്കുമ്പോൾ അവിടെ കുറേ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ റൈറ്റ് ഓഫ് വേ എന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സംഗതിൻ്റെ ഡെഫിനിഷനാണ് എന്ത്? ഏരിയ ഓഫ് ലാൻഡ്. നമ്മൾ മൊത്തത്തിൽ എടുക്കേണ്ട ഏരിയ, ഒരു അക്വയർ ചെയ്യേണ്ട ഏരിയ, ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അക്വയർ ചെയ്യേണ്ട ഏരിയക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? റൈറ്റ് ഓഫ് വേ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ റേറ്റ് ഓഫ് റൈസ് ഓർ ഫോൾ അലോങ് ദ ലെങ്ത് ഓഫ് ദ റോഡ് വിത്ത് റെസ്പെക്ട് ടു ദി ഹോറിസോണ്ടൽ ഈസ് കോൾഡ്. അതായത് ഞാൻ നേരത്തെ നമ്മൾ അറിയാതെ നമ്മൾ ആ പേര് വന്നു പോയിട്ടുണ്ട്. അതായത് റേറ്റ് ഓഫ് റൈസ് അല്ലെങ്കിൽ ഫോൾ, ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രേഡിയൻറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ 2 രീതി ചോദ്യം ചോദിക്കാം. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. നമ്മൾ റോഡ് ഇതാണെങ്കിൽ, റോഡിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ, ഈ റോഡിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഇനി ഇതാണ് റോഡ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു
സ്ലോപ്പ് കൊടുക്കും ചെറിയ രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ റോഡ് കാണിക്കുകയാണെങ്കിൽ ഇതാണ് സെൻറ്ററെങ്കിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് റോഡിന് കൊടുക്കും. ഇതിനാണ് നമ്മളിത് വിളിക്കുക ക്യാമ്പർ എന്ന് വിളിക്കുക. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ ഇത് ഏത് ഡയറക്ഷനിലാണ്? ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള ക്രോസ് സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്യാമ്പർ എന്ന് വിളിക്കുക. ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലുള്ള സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രേഡിയൻ്റ് എന്ന് വിളിക്കുക. ഇത് കൃത്യമായിട്ട് ഓർത്തുക. ആ രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. എന്തായാലും റേറ്റ് ഓഫ് റൈസ് ഓർ ഫാൾ അലോങ് ദി ലെങ്ത് ഓഫ് ദ റോഡ്. ലെങ്ത് ഓഫ് ദ റോഡ് എന്ന് ഉദ്ദേശിച്ചത് ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനാണ്. വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ഈസ് കോൾഡ് എന്തെന്ന് നമ്മൾ പറയാം? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗ്രേഡിയൻറ്റ് എന്നാണ് നമ്മൾ അതിന് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ദ ടേം സൈറ്റ് ഡിസ്റ്റൻസ്. സൈറ്റ് ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോമെട്രിയിൽ വരുന്ന ഒരു സംഗതിയാണ്. ഇതിൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. സൈറ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഒരു ഡ്രൈവറിന് വിസിബിളായിട്ട് കാണാൻ പറ്റുന്ന ആ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഇതും ചോദിച്ച് കാണാറുണ്ട്. ദ ആർട്ട് ഓഫ് പ്ലാന്റിങ് ട്രീസ് അലോങ് ദ റോഡ് സൈഡ്സ് ഈസ് കോൾഡ്. അതായത് ഇത് നമ്മുടെ സിലബസിലും ഇത് മാത്രം എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ റോഡിൻ്റെ സൈഡിൽ സൈഡിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിയാണ് അല്ലേ? അതേപോലെ റോഡിൻ്റെ സൈഡിൽ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റോഡ് അർബോറി കൾച്ചർ. എന്താണ്? റോഡ് അർബോറി കൾച്ചർ. ഓക്കെ, ഇതും കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്തത് ലിസ്റ്റ് എനി 2 types ഓഫ് ബിറ്റുമിൻ യൂസ്ഡ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ. നമുക്ക് മെയിൻലി 4 ടൈപ്പാണുള്ളത്. ഒന്ന് ബിറ്റുമിൻ എമൾഷൻ, അതേപോലെ തന്നെ കട്ട് ബാക്ക് എമൾഷൻ, പിന്നെ ഉള്ളത് ആസ്ഫാൾട്ട്, അതേപോലെ തന്നെ ടാർ. ഓക്കെ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സിമ്പിളായിട്ട് ഡെഫിനേഷൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അതൊക്കെ ഓരോന്നിൻ്റെ കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇതാണ് ആ ടൈപ്പ് വരുന്നത്. അടുത്തത് ദ ലെങ്ത് ഓഫ് റോഡ് വിസിബിൾ ടു ഹെഡ് ടു ദ ഡ്രൈവർ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സൈറ്റ് ഡിസ്റ്റൻസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ലെങ്ത് ഓഫ് റോഡ് വിസിബിൾ, ഒരു ഡ്രൈവറിന് കാണാൻ പറ്റുന്ന ലെങ്ത് ഓഫ് റോഡ് അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വിളിക്കുക സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. ഓക്കെ, പിന്നീട് റിപ്പീറ്റഡ് ആയി വന്ന ക്വസ്റ്റ്യൻസിൽ ആ ക്വസ്റ്റ്യൻ നേരെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ കണ്ടു. ഇത് 2023 നവംബറിൽ ചോദിച്ച ചോദ്യമാണ്. ഇതേ ചോദ്യം ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? 2024 നവംബറിൽ എന്ത് ചെയ്തു? അതിൻ്റെ ഉത്തരം കൊടുത്തിട്ട് അതിൻ്റെ ടേം എന്താണെന്ന് ചോദിച്ചു. 1 മാർക്കിൽ അങ്ങനെയാണ് കൂടുതലായിട്ട് ചോദിച്ച് കാണാറുള്ളത്. അടുത്തത് സിമെൻറ്റ് കോൺക്രീറ്റ് ഓവർലേ കൺസ്ട്രക്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഡിസ്ട്രസ്ഡ് ബിറ്റുമിനസ് പേയ്മെൻറ്റ് ഈസ് കോൾഡ്. എന്താണ്? സിമെൻറ്റ് കോൺക്രീറ്റ് ഒരു ലെയർ വന്നു കഴിഞ്ഞാൽ അത് ഏത് പേയ്മെൻറ്റാണ് വരിക? റിജിഡ് പേയ്മെൻറ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഓക്കെ, അടുത്ത കേസ് പാർട്ട് ബിയിലേക്ക് കടക്കാണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിയൻസ്. ഗ്രേഡിയൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സുകൾ ഏതൊക്കെയാണ്? റൂളിംഗ് ഗ്രേഡിയൻറ്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്, മിനിമം ഗ്രേഡിയൻറ്റ്, പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്രേഡിയൻ കൂടിയുണ്ട്, ദാറ്റ് ഈസ് എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. അപ്പോൾ അങ്ങനെ 4 ടൈപ്പ് ഉണ്ട്. ആ 4 ടൈപ്പിനെ കുറിച്ച് ചെയ്താൽ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡ്രെയിനേജ് ഇൻ റോഡ്സ്. റോഡിലെ ഡ്രെയിനേജ് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കാരണം എന്താണ്? ഒന്ന്, റോഡിൽ കുഴിയും കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കും. കാരണം വെള്ളം കെട്ടി നിന്നിട്ട് എന്തുണ്ടാവാം? റോഡ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇമ്പോർട്ടൻസ്, ഡ്രെയിനേജിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ച് കാണാറുണ്ട്. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്യാമ്പർ ആൻഡ് ഗ്രേഡിയൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലാണ്, ആൻഡ് ക്യാമ്പർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള ക്രോസ് സ്ലോപ്പിനെയാണ് നമ്മൾ അത് വിളിക്കുക, ക്യാമ്പർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമ്മളോട് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ ടേം ക്യാമ്പർ. ക്യാമ്പർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ക്രോസ് ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ക്രോസ് സ്ലോപ്പാണ് നമ്മൾ പറഞ്ഞു. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പിനെയാണ് നമ്മൾ ക്യാമ്പർ എന്ന് വിളിക്കുക. അതിൻ്റെ ഫംഗ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാൻസിഷൻ കർവ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ടോട്ടൽ കേർവ്സിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. പക്ഷേ ഹൊറിസോണ്ടൽ കേർവിന് എവിടെ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒബ്ജക്റ്റീവ്സ് എഴുതാൻ പറ്റും. സോ അത് ഓർത്ത് വെക്കുക. സമ്മറൈസ് ദ നെസസിറ്റി ഓഫ് പ്രൊവൈഡിങ് സൂപ്പർ എലിവേഷൻ കേർവ്സ്. ഇതും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് ആൻഡ് റിജിഡ് പേയ്മെൻറ്റ്. ഇതും നമ്മൾ സിലബസ് പറഞ്ഞു പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വാട്ടർ ബൗണ്ട് മെക്കാനോ അല്ലെങ്കിൽ ഫ്ലെക്സിബിളായിട്ട് നമ്മൾ ബിറ്റുമിൻ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന റോഡിനാണ് നമ്മൾ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് എന്ന് പറയുക. റിജിഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സിമെൻറ്റ് കോൺക്രീറ്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അതായത് ഇവിടെ ഗ്രെയിൻ ടു ഗ്രെയിൻ സൈസാണ് നമ്മൾ പിന്നെ ലോഡ് ട്രാൻസ്ഫറിങ് നടക്കുക. എവിടെ? നമ്മളെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൽ. ഓക്കെ, പക്ഷേ റിജിഡ് പേയ്മെൻറ്റിൽ എങ്ങനെ നടക്കുക? അത് സ്ലാബ് ആക്ഷൻ വഴിയാണ്. അതായത് ഒരു ബീമൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല, അതേപോലെ സ്ലാബ് ആക്ഷൻ വഴിയാണ് ലോഡ് ട്രാൻസ്ഫർ നടക്കുക. ഓക്കെ, അപ്പോൾ പാർട്ട് ബി കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് സിയിലേക്ക് കടക്കാണ്. ഞാൻ പറഞ്ഞു കൂടുതൽ ക്വസ്റ്റ്യൻസ് പാർട്ട് സിയിൽ മൊഡ്യൂൾ 2 നിന്ന് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മൊഡ്യൂൾ 1 നോക്കിയപ്പോൾ അതിൽ വളരെ കുറച്ച് ചോദ്യങ്ങൾ കണ്ട്. പക്ഷേ മൊഡ്യൂൾ 2 വന്നപ്പം എന്തായി? കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 2 നിന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മൊഡ്യൂൾ 2 ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലസ്ട്രേറ്റ് വിത്ത് ദ ഫിഗേഴ്സ് ദ ടൈപ്സ് ഓഫ് കർവ്സ് യൂസ്ഡ് ഇൻ റോഡ്സ് ആൻഡ് എക്സ്പ്ലെയിൻ എനി 2 ഇൻ ഡീറ്റെയിൽ. നമ്മളിപ്പോൾ കുറേ ടൈപ്സ് പറഞ്ഞു അല്ലേ? അതിൽ സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇല്ലസ്ട്രേറ്റ് വിത്ത് ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കെച്ചസ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ എനി 2 ഇൻ ഡീറ്റെയിൽ. ഏതെങ്കിലും 2 മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡ്രോ ദ കോമ്പണൻസ് ഓഫ് ടിപ്പിക്കൽ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ് സ്ട്രക്ചർ ആൻഡ് സ്റ്റേറ്റ് ദ ഫംഗ്ഷൻസ് ഓഫ് ഈച്ച് ലെയർ. നമുക്കറിയാം താഴെ സബ് ഗ്രേഡ്,
അതിൻ്റെ മുകളിൽ സബ് ബേസ്, അതിൻ്റെ മുകളിൽ ബേസ്, ഇതിൻ്റെ മുകളിൽ ആര് വരും? നമ്മൾ പറഞ്ഞിട്ടുള്ള വെയറിംഗ് കോഴ്സ്. ഓക്കെ, വെയറിംഗ് കോഴ്സ്, ബേസ് കോഴ്സ്, സബ് ബേസ് കോഴ്സ് ആൻഡ് സബ് ഗ്രേഡ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇതിനെ സ്കെച്ച് ചെയ്യും. സ്കെച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ഫംഗ്ഷൻസും കൃത്യമായിട്ട് നമ്മൾ എഴുതി വെക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് 7 മാർക്സ് കിട്ടുക. ഇനി അതേപോലെ തന്നെ ജിയോമെട്രിക് ഫീച്ചേഴ്സ്, സൂപ്പർ എലിവേഷൻ എന്താണ്, എക്സ്ട്രാ വൈഡനിങ് എന്താണ്, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണ്, ക്യാമ്പർ എന്താണ്, ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ 1 മാർക്ക് 2 പോയിന്റ്സ് എങ്കിലും അടിയിൽ ചെയ്ത്. സൂപ്പർ എലിവേഷനെ പറ്റി ഓൾറെഡി 2 പോയിന്റ്സ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. എക്സ്ട്രാ വൈഡനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വളവോട് കൂടിയ കയറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റോഡിന് എന്ത് ചെയ്യണം, സാധാരണ റോഡിനെക്കാട്ടിയും ഒന്ന് ലെങ്ത്ത് വൈഡൻ ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് പറയുക, എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയാം. ഇനി സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡ്രൈവർ ഒരു കാറിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ മുന്നിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ എത്ര ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ ഇയാൾ സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടണം ഇയാളുടെ തൊട്ട മുന്നിൽ വരെ എത്താൻ, ഇയാളെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി എത്ര ഡിസ്റ്റൻസ്, അതാണ് എന്ത്, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ക്യാമ്പർ, ഞാൻ വീണ്ടും പറഞ്ഞു, ക്യാമ്പർ എന്താണ്, ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള ക്രോസ് സ്ലോപ്പ് ആണെന്ത്, ക്യാമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ്, ഡ്രോ ദ ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് റോഡ് ഇൻ എംബാക്ക്മെൻറ്റ്. ഓക്കെ, എംബാക്ക്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പൊക്കിയിട്ട് നമ്മൾ റോഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അത് വീണ്ടും എന്ത് ചോദിച്ചിട്ടുണ്ടോ, ഹൈവേ എന്ന്, റോഡിന് പകരം ഹൈവേ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പാർട്സ് ലേബിൾ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ നെസസിറ്റി ഫോർ റോഡ് ഡ്രെയിനേജ് ആൻഡ് ലിസ്റ്റ് എനി 4 റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം. അപ്പം റോഡ് ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളും എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോകാൻ. അടുത്തത്, ലിസ്റ്റ് വേരിയസ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ഓൺ ബിറ്റുമിൻ ആൻഡ് എക്സ്പ്ലെയിൻ എനി 1 ടെസ്റ്റാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പം കുറേ ടെസ്റ്റ് ഉണ്ട്, പെനട്രേഷൻ ടെസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഡക്റ്റിലിറ്റി ടെസ്റ്റ്, പിന്നെ ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ്, ഇത്തരത്തിലുള്ള കുറേ ടെസ്റ്റുകളുണ്ട്. നമ്മൾ ലാബുകളിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ടെസ്റ്റുകൾ യൂസ് ചെയ്യലുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ഉണ്ട്, ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്ലോട്ട് ടെസ്റ്റ്, പിന്നെ വീണ്ടും ഒരു 4-3 ടെസ്റ്റുകൾ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. എന്തായാലും മിനിമം ഒരു 5 ടെസ്റ്റിങ്ങിൽ നിങ്ങൾ പഠിച്ചു വെക്കുക, എഴുതി വെക്കണം. അതേപോലെ തന്നെ ഇതിൽ 2 പെനട്രേഷനും ഡക്റ്റിലിറ്റിയും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്തത്, എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ ഓഫ് വെറ്റ് മിക്സ് മെക്കാഡം ആൻഡ് ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ്. ഓക്കെ, അപ്പോൾ വെറ്റ് മിക്സ് മെക്കാഡം അല്ലെങ്കിൽ ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്താണ്, നമ്മളൊരു ബേസ് ലെയർ നമ്മൾ ഫോം ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെറ്റ് മിക്സ് നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കോമ്പാക്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ അതിനെ ക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ട്രാഫിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സ്റ്റെപ്പുകൾ കുറേ നമുക്കിങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതി വെക്കാനൊക്കെ നമുക്കിതിലുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ എന്ത് ചെയ്യണം, ഒരു പിക്ചർ മനസ്സിൽ വിചാരിച്ച് ഒരു കഥ പഠിച്ചു വെക്കുന്ന പോലെ പഠിച്ചു വെച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എഴുതാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ എവറിത്തിങ് ഇറ്റ് ഹാസ് എ ലിമിറ്റ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത്, ലിസ്റ്റ് ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് റോഡ് അഗ്രിഗേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അതിൽ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആ ചോദ്യം. അതേപോലെ ഔട്ട്ലൈൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കോൺക്രീറ്റ് റോഡിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്ത് ചെയ്യണം, എഴുതണം, മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ് ലാസ്റ്റ് ചോദ്യമായിട്ടുള്ളത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ നിങ്ങളുടെ എസ്സേ, അതായത് സമ്മേറ്റീവ് അസസ്മെൻറ്റ് 1 ചോദിക്കാൻ ചാൻസ് ഉണ്ട്, സാധ്യതകളുണ്ട്. സോ നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഈ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള 3 മാർക്സും 7 മാർക്സും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമാകും എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നമ്മളുടെ മൊഡ്യൂൾ 2 നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനുണ്ടായിരുന്ന മാരത്തോണിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എസ്സേ സമ്മേറ്റീവ് അസസ്മെൻറ്റ് 1 കൂടി നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും എന്ത് ചെയ്യുക, തറോ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. കാരണം നിങ്ങൾ അടുത്ത 3rd 4th പോകുമ്പം അവിടെയും നിങ്ങൾ റെയിൽവേ അല്ലെങ്കിൽ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് റോഡ്സിലേക്ക്, ടണൽ, ബ്രിഡ്ജ്, പിന്നെ അതേപോലത്തേക്ക് കടക്കുമ്പോഴൊക്കെ കുറേ വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് കുറേ ആവും ലാസ്റ്റിലേക്ക് വെക്കുമ്പോൾ. അപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് കവർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവരും നല്ല മാർക്ക് തന്നെ എസ്സേയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.